അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. എൻ്റെ ഈശോയെ, ഈ പ്രാർത്ഥന ഒന്ന് കേട്ടിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി എന്തുമാത്രം ആൾക്കാരാണ് കൊതിച്ചിരിക്കണേ ഈശോയെ. അവരുടെ മനസ്സിലെ സങ്കടങ്ങളെ ഭാരങ്ങളെ ഞാനിപ്പോഴ് അങ്ങയുടെ തിരുസന്നിധിയിൽ കൃപാസനം നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷനെ കൂടെ ചേർത്ത് വെക്കുന്നു. കർത്താവെ, ആരെല്ലാം ഈ പ്രാർത്ഥന പത്തൂരം കൂടുന്നുണ്ടോ അവിടെയെല്ലാം ശിരസിൽ നീ ഇപ്പൊ കൈവെക്കണം. നിന്റെ തിരുമുറുവാർന്ന വലതുകരം വെക്കണം. ഈശോയെ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ കുഴയുന്നവരുണ്ട്. അവർ ഇന്ന് 12 മണിക്ക് ഉച്ചക്ക് 12 മണിക്കുള്ളിൽ അടുത്ത 12 മണിക്കൂറിനുള്ളിൽ അവർക്ക് വ്യക്തവും ബോധ്യവുമാകുന്ന തീരുമാനം കിട്ടാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ശിരസിനെ ഞാൻ ആശീർവദിക്കുന്നു. ഞാൻ 39 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനം നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത ദൈവമകനെ, ദൈവമകളെ, നീ ഇപ്പോഴും ആശീർവദിക്കപ്പെടുന്നു. നിന്റെ സങ്കടങ്ങളെ കർത്താവ് ഏറ്റെടുക്കുകയും നിന്റെ കർത്താവ് സന്തോഷത്തോടെ
തിരിച്ചു കൊണ്ടുവരികയും ചെയ്യട്ടെ. ഈ ശുശ്രൂഷ പൊതുവെ ഉടമ്പടിയെടുത്ത് ജീവിക്കുന്നവർക്കാണ് കൂടുതൽ ഉപകാരപ്രദമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ആധ്യാത്മികമായിട്ടുള്ള ടിപ്സുകൾ, സാങ്കല്പികമായിട്ടുള്ള സ്പെക്കുലേറ്റീവ് ടിപ്സ് അല്ല, മറിച്ച് ഓരോരോ സിറ്റുവേഷനിലെ ലൈഫ് സിറ്റുവേഷനിലെ സുവിശേഷ വിഹിതമായിട്ട് നമ്മൾ എടുക്കേണ്ട നിലപാടുകൾ, കൃപ നിലനിർത്തി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എടുക്കേണ്ട നിലപാടുകൾ. ഉദാഹരണത്തിന് ഇപ്പം സുവിശേഷ ഭാഗ്യങ്ങളില്ലേ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സുവിശേഷ ഭാഗ്യങ്ങളിലെ ആദ്യത്തെ ഭാഗ്യമാണ്. മത്തായിയുടെ സുവിശേഷം 5:3. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. സ്വർഗരാജ്യം അവരുടേതാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് സിമ്പിളായിട്ട് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിന് ഒരു ശാരീരികമായ ഫിസിക്കൽ റിച്ച്നെസ് ഉണ്ട്, സ്പിരിച്വൽ റിച്ച്നെസ് ഉണ്ട്. ഈ ഫിസിക്കൽ റിച്ച്നെസ്, ശാരീരികമായ ഭൗതികമായ സ്വത്ത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആത്മീയമായ സ്വത്തും ആത്മീയമായ പോവർട്ടിയും മനസ്സിലാകത്തുള്ളൂ. അപ്പം ഭൗതികമായ സ്വത്ത് എന്ന് പറയുന്നത് എന്താണ്? ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും, ആഹാരം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, വ്യായാമം ഒക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്സും പിന്നെ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന സാമ്പത്തിക മേഖല, അതിൻ്റെ പോലെ വരുന്ന തൊഴിലും വരുമാന മാർഗങ്ങളെല്ലാം അങ്ങനെ വരും. ഇതാണ് ശരീരത്തിൻ്റെ ഒരു ഭൗതികമായ ഒരു സ്വത്തെന്ന് പറയുന്നത്. ഇതില്ലെങ്കിൽ ഭൗതിക ദാരിദ്ര്യമായി. ഇതുപോലെ ആത്മാവിൻ്റെ സ്വത്തുണ്ട്, അതില്ലെങ്കിൽ ആധ്യാത്മിക ദാരിദ്ര്യം ഉണ്ടാകും. ആത്മീയ ദാരിദ്ര്യം. ആത്മാവിൻ്റെ സ്വത്ത് എന്താ? ആത്മാവിൻ്റെ സ്വത്ത് ദൈവം തന്നെയാണ്. അപ്പൊ നമ്മുടെ ഉടമ്പടി ഭാഷയിൽ പറഞ്ഞാൽ ആത്മാവിൻ്റെ സ്വത്ത് കൃപയാണ്. സുവിശേഷ ഭാഷയിൽ പറഞ്ഞാൽ കൃപ ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തി പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗലാത്യർ 5:6-19 അനുസരിച്ച് പറഞ്ഞാൽ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാകട്ടെ. കൃപയെ ആർജിക്കുന്നതനുസരിച്ചുകൊണ്ട് ആത്മാവിൻ്റെ സംവേദനക്ഷമതയും അറിയാനുള്ള കൃപയും അറിയാനുള്ള സാധ്യതയും കൂടുതൽ കൂടുതൽ ഉയരും. അതാണ് ഈശോ പറഞ്ഞത്, നിത്യജീവൻ വരെ അങ്ങോട്ട് വരും. എന്നുവെച്ചാൽ ഏകസത്യമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെ അറിയുകയാണ് നിത്യജീവൻ. ഇപ്പം യേശുവിനെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് നോളജ് ഉണ്ട്, ഹൈസ്കൂൾ നോളജ് ഉണ്ട്, ഒരു ഡിഗ്രി നോളജ് ഉണ്ട്, ഗ്രാജുവേഷനുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഗ്രേഡിലാണ് നമ്മൾ യേശുവിനെ അറിയണത്. ഈ അറിവെല്ലാം അറിയണത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അറിവ് വരണത്. ജീവിതത്തിൽ വ്യത്യസ്തമായ സിറ്റുവേഷൻ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ സുവിശേഷ വിഹിതമായ ഒരു നിലപാടെടുക്കും. അതുകൊണ്ട് ഈശോ അതിനെല്ലാം കൂടി പറഞ്ഞെന്തറിയാവുക, എന്നെ പ്രതി. അതാണ് സംഭവം. ഇപ്പം മനസ്സിൽ കിട്ടിയ ഞാൻ പറഞ്ഞ എല്ലാം കൊണ്ടൊന്നും അവസാനിക്കേണ്ടത്, എന്നെ പ്രതി. നിങ്ങൾക്ക് എന്ത് സുവിശേഷ ഭാഗ്യവും സുവിശേഷ കൃപയും ആർജിക്കാം. അതെല്ലാം സുവിശേഷ ഭാഗ്യമാകണത് എങ്ങനെയാണ്? ആ മത്തായിയുടെ സുവിശേഷം 5:3 കൺക്ലൂഷനിലേക്ക് പറയുന്നതാണ് എൻ്റെ കീ എന്ന് പറയുന്നത്. എന്താണത്? വായിച്ചേ. മത്തായി 5:11. ഇനി നമ്മൾ എടുക്കണം എല്ലാ ദിവസവും ഈ 5:11 ആവർത്തിക്കും. എന്നെ പ്രതി, ഈശ്വരനെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നിങ്ങൾ ആഹ്ലാദോല്ലസിൽ സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും, ഇല്ലേ? അപ്പൊ നമ്മൾ ആദ്യം കണ്ടത് എന്താ? 5:3 എടുത്തേ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആത്മാവിന്റെ സ്വത്ത് എന്താണ്? ഈശോയാണ്. അതാണ് ആത്മാവിന്റെ സ്വത്ത്. ഒരാൾക്ക് ഈശോ വിഹിതമായിട്ട് അവനെടുക്കുന്ന സമീപനങ്ങൾ, നിലപാടുകൾ, അതിന്റെ ടോട്ടാലിറ്റി വരുന്ന സാക്ഷ്യ ജീവിതം, അതാണ് ആത്മാവിന്റെ സ്വത്ത് നമുക്ക് നൽകുന്ന സമൃദ്ധിയും അഭിവൃദ്ധിയും എന്ന് പറയുന്നത്. ആത്മാവിൽ അഭിവൃദ്ധിപ്പെടുക എന്ന് വെച്ചാൽ ഈശോയുടെ അറിവിലും സാക്ഷ്യത്തിലും അഭിവൃദ്ധിപ്പെടുകയാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഈശോ എന്നെ പ്രതി എന്ന് പറയുന്നത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം.
കർത്താവായ ദൈവമേ, എന്റെ ആത്മീയ ദാരിദ്ര്യത്തിന് മാറ്റുന്നതിന് എന്നെ സഹായിക്കുന്നത് ഈശോയെക്കുറിച്ചുള്ള അറിവും അനുഭവവും സാക്ഷി ജീവിതവും അതനുസരിച്ചുകൊണ്ട് എന്നെ നീ ഉയർത്തണമേ, വളർത്തണമേ. നിന്റെ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു സാക്ഷി ജീവിതത്തിനായി എന്നെ സഹായിക്കുകയും നിത്യതയിലേക്ക് കണ്ണു നട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്കിടവരട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇന്നേ ദിവസം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ, ഞാനും എൻ്റെ കുടുംബത്തോടും വന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് രശ്മി. ഞാൻ UK നിന്ന് വരുന്നു. എൻ്റെ 3 മക്കൾ, ഹസ്ബൻഡ്, എൻ്റെ മമ്മി. ഞാൻ 2018 കൃപാസനത്തിനെക്കുറിച്ച് അറിയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ എനിക്കൊരു കൃപാസന പത്രം തന്നിരുന്നു. പക്ഷേ അത് ഞാൻ ബാഗിൽ വെച്ച് UK തിരിച്ചുപോയി. അതൊന്ന് വായിച്ചു നോക്കുവാനോ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനോ പരിശുദ്ധ അമ്മയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനോ ഒന്നും ഞാൻ ശ്രമിച്ചില്ല. ഞാൻ വിചാരിച്ചു, പുതിയൊരു ധ്യാന കേന്ദ്രം, ഞാൻ ഓൾറെഡി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഞാൻ അന്ന് അഭിഷേകാഗ്നി അങ്ങനെ പള്ളിയുമായി വളരെയധികം ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഫാമിലിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, പിന്നീടാണ് കോവിഡ് വരികയും ആ സമയത്ത് എനിക്ക് ഭയങ്കരമായ കോവിഡ് വരികയും പനിയും ഒക്കെയായിട്ട് 2 മാസത്തോളം എനിക്ക് വളരെ ക്ഷീണമായിരുന്നു. അപ്പോൾ എൻ്റെ ബാഗിൽ ആ പത്രം സുരക്ഷിതമായിട്ടുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയ സംരക്ഷണത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ സംരക്ഷണത്തിനും നന്ദി പറയുന്നു. അതുപോലെ തന്നെ 13 വർഷമായിട്ട് ഞങ്ങളുടെ വീട് വിൽക്കുവാൻ ഞങ്ങൾ വളരെയധികം ശ്രമിച്ചിരുന്നു. ഈ പത്രം കയ്യിലിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് ആ വീട് വിൽക്കുവാനും പുതിയൊരു ഭവനം, മനോഹരമായ ഒരു ഭവനം ഞങ്ങൾക്ക് ആ പരിശുദ്ധ അമ്മ ക്രമീകരിച്ച് തരുവാനും സാധിച്ചത്. അതിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ പോലും അറിയാതെ അമ്മ എൻ്റെ കൂടത്തിൽ, സഞ്ചാരി മാതാവ് എൻ്റെ കൂടത്തിലുണ്ടായിരുന്നെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. തിരുക്കുമാരനെയും കൂട്ടി അമ്മ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ പുതിയ ഭവനത്തിൽ വന്നപ്പോൾ 2022 അപ്പോഴാണ് ഞാൻ എൻ്റെ മൂത്ത മകൻ്റെ കണ്ണിലേക്ക് ഞാൻ സൂക്ഷിച്ച് നോക്കിയത്. അവൻ്റെ ശരീരത്തിൽ വെള്ളപ്പാട് എന്ന രോഗം കാണുവാൻ തുടങ്ങി. എന്നെയും എൻ്റെ കുടുംബത്തിനും വളരെയധികം അത് വിഷമമുണ്ടാക്കി, ഭാരപ്പെട്ടു. കാരണം അതിന് മരുന്നില്ലാത്ത രോഗമാണെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോ, എൻ്റെ കസിൻ വഴി ഞാൻ അറിഞ്ഞു കൃപാസനം ഒന്നും കൂടി. കസിൻ എന്നോട് പറഞ്ഞു, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ മതി, പരിശുദ്ധ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് തന്നു, ഉടമ്പടി പ്രാർത്ഥന എനിക്ക് തന്നു. അതിൻ്റെ ഫലമായി മെയ് 10 2022 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി ജീവിതം ആരംഭിച്ചു. ഉടമ്പടി സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി. രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി കുടുംബസമേതം, ഞാനും എൻ്റെ ഹസ്ബൻഡും. അതുപോലെ തന്നെ കൃപാസനത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഉടമ്പടി പത്രത്തിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചത്. ഞാനൊരു പത്രത്തിൻ്റെ ഒരു കീറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ ബാഗിലും എൻ്റെ വീട്ടിലും എല്ലാം തിരഞ്ഞു. കാരണം പുതിയ വീട്ടിലേക്ക് വന്നതുകൊണ്ട് അതിൻ്റെ ഒരു കഷണം പോലും എനിക്ക് കിട്ടിയില്ല. അപ്പോഴാണ് ഞാൻ അതിൻ്റെ വില ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ എനിക്കൊരു കൃപാസനത്തിൻ്റെ ഒരു ചെറിയൊരു കട്ടിങ്സ് എൻ്റെ വാർഡിൽ വർക്ക് ചെയ്യുന്ന, ഞാനൊരു നേഴ്സാണ്, എൻ്റെ വാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി വഴി എനിക്ക് കിട്ടി. ഞാനത് വായിക്കുകയും അതിൻ്റെ പകുതി ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാൻ പിന്നെ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വയ്ക്കാത്ത ഒരു കാര്യം എനിക്ക് സാധിച്ചു തന്നു. അത് ആദ്യത്തെ അടയാളമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ ഹസ്ബൻഡിന് അടിവയറ്റിൽ പുക്കിളിന് താഴെ ഒരു തടിപ്പും ഒരു മുഴ പോലെ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു വേദനയൊന്നുമില്ല. അപ്പോൾ 3 മാസം കഴിഞ്ഞ് ഉടമ്പടി എടുക്കുന്നതിൻ്റെ തലേദിവസം എന്നോട് പറഞ്ഞു എനിക്ക് വേദനയാണ്, എനിക്ക് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഡോക്ടറെ കാണാം. അപ്പോൾ ഡോക്ടറെ പോയി കണ്ടപ്പോൾ പറഞ്ഞു ആൻറ്റിബയോട്ടിക് എടുക്കണം, ഇൻഫെക്ഷനാണ്. അവിടെ മെഡിക്കൽ സിസ്റ്റമൊക്കെ വളരെ പുവറാണ്. അതുകൊണ്ട് അവർ സ്കാൻ ഒന്നും ചെയ്തില്ല, അവർ ആൻറ്റിബയോട്ടിക് കുറിച്ച് തന്നു. അപ്പോൾ 2 ദിവസം എടുത്തു ആൻറ്റിബയോട്ടിക് കിട്ടാൻ. ഞാനപ്പം ഇത് നിയോഗം വെച്ചിട്ടില്ല.
ഞാൻ പ്രാർത്ഥനകളൊക്കെ വളരെ ഭക്തിയോടെ ചെല്ലാൻ തുടങ്ങിയിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ആൻറ്റിബയോട്ടിക് കിട്ടി. നോക്കിയപ്പോൾ അങ്ങനെ ഒരു തടുപ്പും മുഴയോ ഒന്നുമില്ല. കംപ്ലീറ്റ് ആയിട്ട് പരിശുദ്ധ അമ്മ അത് സുഖപ്പെടുത്തി ഈശോയോട് പറഞ്ഞ്. അതാണ് ഞങ്ങൾക്ക് ആദ്യമേ കിട്ടിയ അടയാളം. ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചില്ലായിരുന്നു. ഇല്ലാതെ തന്നെ ആ മുഴ അപ്രത്യക്ഷമായി. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യം എൻ്റെ കുഞ്ഞുങ്ങളുടെ 3 കുട്ടികളുടെ പഠന മേഖലകളെ അനുഗ്രഹിക്കണമെന്നായിരുന്നു. ഇവൻ എൻ്റെ ഇളയ മോനാണ്. 2022 ഇവന് ഹൈസ്കൂളിലേക്ക് കയറുവാൻ വേണ്ടി ഒരു ഗ്രാമർ സ്കൂൾ എക്സാം ഉണ്ടായിരുന്നു. ഇവൻ പഠനത്തിൽ അല്പം പുറകോട്ടാണ്. എങ്കിലും ഗ്രാമർ സ്കൂളിലെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നന്നായിട്ട് നല്ല മാർക്ക് വേണം, എബോവ് 90 വേണം. കാരണം ഞങ്ങൾ ക്യാച്ച്മെൻറ്റ് ഏരിയയിലല്ലായിരുന്നു. അപ്പോൾ ആ നിയോഗവും ഞാൻ വെച്ചിരുന്നു. അതായത് മൊത്തത്തിൽ ജനറലായിട്ടാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ ഇവനെ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇവന് 50% കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇനി പഠിക്കണ്ട, നീ പഠനം നിർത്തിക്കോ, നമുക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോകാം. അതൊരു ഫ്രൈഡേ ആണ്, എക്സാം സാറ്റർഡേ ആണ്. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, ഉടമ്പടി കാശ് രൂപം എൻ്റെ കയ്യിലുണ്ട്, അതല്ലാതെ കൃപാസനത്തിലെ കാശ് രൂപം ഞാൻ ഇവൻ്റെ കഴുത്തിലിട്ട് കൊടുത്തു. മോനെ, നീ പ്രാർത്ഥിക്കണം, പരിശുദ്ധ അമ്മയോട് നിനക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് നീ ഇത് കയ്യിൽ പിടിച്ച് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി, അമ്മ നിന്നെ സഹായിക്കും. കാരണം എനിക്കൊരു പ്രതീക്ഷയുമില്ല ഇവൻ എന്തുപോയി എഴുതുമെന്ന്. എന്നിട്ട് റിസൾട്ട് വന്നപ്പോൾ ഇവനെ ഫസ്റ്റ് ടൈം തന്നെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലുമില്ലാതെ ഇവന് ഗ്രാമർ സ്കൂളിൽ ഇന്നായി. അത് വലിയൊരു അത്ഭുതമാണ് പരിശുദ്ധ അമ്മ ചെയ്തത്. അതുപോലെ തന്നെ പിന്നെയുള്ള എൻ്റെ ഒരു നിയോഗം എൻ്റെ മൂത്ത മോൻ്റെ കാര്യമായിരുന്നു. അവന് പഠിത്തത്തിൽ കുഴപ്പമില്ല, എങ്കിലും എപ്പോഴും ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് കൃപാസന ഉപ്പും വെഞ്ചരിച്ച തൈലവും തേനും ഒക്കെ കൊടുക്കും. ഇവർക്ക് വളരെ ചിലപ്പോഴൊക്കെ ഇവർ കഴിക്കത്തില്ല, എങ്കിലും ഞാൻ പുറകെ ഓടി നടന്ന് ഞാൻ ഇവർക്ക് കൊടുക്കും. അങ്ങനെ ഇവന് ഡ്രൈവിംഗ് ടെസ്റ്റ് വന്നു. ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഞാൻ കൃപാസനത്തിൻ്റെ ഉപ്പ് ഇവൻ്റെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തു, കാശ് രൂപം കൊടുത്തു, തൈലം നെറ്റിയിൽ തൂത്ത് കൊടുത്തു. വളരെ ട്രാഫിക്കുള്ളൊരു സമയത്ത് 8 മണിക്കാണ് ഇവൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയത്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഇവന് ഡ്രൈവിംഗ് ടെസ്റ്റ് ഫസ്റ്റ് ടൈം തന്നെ പാസ്സാകാൻ സാധിച്ചു. തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി. അതുപോലെ തന്നെ ഇവന് A-level എക്സാം കഴിഞ്ഞിട്ട് മെഡിസിൻ്റെ എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു. UCAT എന്നാണ് അവിടെ പറയുന്നത്. ആ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ ശക്തമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു. തൈലവും ഉപ്പും എല്ലാം കൊടുത്താണ് ഞാൻ ഇവനെ വിട്ടത്. അതിനും അവന് നല്ല മാർക്ക് കിട്ടി. അതുപോലെ തന്നെ പിന്നെ വെർബൽ ഇൻ്റർവ്യൂ അത് ഓൺലൈനിലായിരുന്നു. അപ്പോൾ ഞാൻ ലാപ്ടോപ്പിൽ ഇവനെ എപ്പോഴും ഞാനിങ്ങനെ ഉടമ്പടി തൈലം അങ്ങനെയൊക്കെ തേക്കുന്നത് പിള്ളേർക്ക് ഇഷ്ടപ്പെടത്തില്ല, എങ്കിലും അവൻ കാണാതെ ഞാൻ ലാപ്ടോപ്പിൽ ഉടമ്പടി തൈലം തേച്ചു. അതുപോലെ തന്നെ കൃപാസനത്തിന് ഉപ്പ് ഇവൻ്റെ തലയിൽ വിതറി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. ഇവർക്കൊക്കെ ഞാൻ ഇംഗ്ലീഷിൽ പ്രിൻ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി. പക്ഷേ ഇവർ 1-2 ദിവസം ചെല്ലും, പിന്നെ ഇവർ മടിച്ചു പോകും. എങ്കിലും അവന് ന്യൂകാസിലിൽ നല്ല യൂണിവേഴ്സിറ്റിയിൽ മെഡിസിന് അഡ്മിഷൻ കിട്ടി. ഇവന് ഗ്യാപ്പ് ഇയർ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇവൻ ഓൾട്ടർ സെർവറാണ്. യൂത്ത് റിട്രീറ്റിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പങ്കുചേരുന്നതാണ്. പള്ളി കാര്യങ്ങളിലൊക്കെ ഇവൻ നന്നായിട്ട് വർക്ക് ചെയ്യും. ഇവൻ ഈ അസുഖമുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ വളരെ കോൺഫിഡൻസോടെ ഇവന് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുന്നത് തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു അനുഗ്രഹമാണ്. കാരണം ഇങ്ങനെയുള്ള അസുഖമുള്ള കുട്ടികളൊക്കെ വളരെ പുറകോട്ടായിരിക്കും, മനുഷ്യരുടെ മുമ്പിലെല്ലാം പ്രത്യക്ഷപ്പെടുവാനും ഒക്കെ. പക്ഷേ ഇവൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ഇവൻ യൂത്തുകാർക്ക് ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്യും, ഇവാഞ്ചലിസ്റ്റാണ്. അതുപോലെ തന്നെ അപ്പോൾ ഞാൻ ഇവന് മെഡിസിന് അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഇവന് ഗ്യാപ്പ് ഇയർ എടുക്കുക എന്ന് പറഞ്ഞതാണല്ലോ. അപ്പം ഇവൻ്റെ താല്പര്യം ഇവന് 1 വർഷം യൂത്ത് മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നി അതൊരു ഒരു മാറ്ററല്ല. കാരണം ഇവന് യൂത്ത് മിനിസ്ട്രിയിൽ യൂത്തുകാർക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ വീക്കെൻഡ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ദിവസം ഇവന് ഫുൾ ഫ്രീ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്ക് നീ സെമിനാരിയിൽ പൊക്കോ, നീ കൃപാസനത്തിൽ വന്ന് 6 മാസം നീ ശുശ്രൂഷ ചെയ്തു, അങ്ങനെ നിനക്ക് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ അതൊന്നും
അതൊന്നും ഇവന് വേണ്ട. അപ്പോൾ എനിക്ക് തോന്നി ഇതത്ര ശരിയായ കാര്യമല്ല, ഇവനൊരു എക്സ്ക്യൂസ് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവനോട് 2 വള്ളത്തിൽ കാല് വെക്കേണ്ട, ഏതെങ്കിലും ഒന്ന് മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. ഇവന് പിന്നെയും ഗ്യാപ്പ് ഇയർ, ഈ അഡ്മിഷൻ എല്ലാം കിട്ടിയിട്ടും ഇവന് ഗ്യാപ്പ് ഇയർ എടുക്കണം എന്ന് തന്നെയാണ് ഇവൻ പറയുന്നത്. ഒരു റീസണും ഇല്ലാതെ വളരെ ആൾക്കാർ ഈ അഡ്മിഷന് വേണ്ടി ശ്രമിക്കുമ്പോഴും ദൈവം തന്ന അനുഗ്രഹത്തിനെ 1 വർഷത്തേക്ക് മാറ്റിവെച്ച് ഇവന് ചെയ്യുവാനാണ് ഇവന് താല്പര്യം. ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. എല്ലാവരും എന്നോട് പറഞ്ഞു അങ്ങനെ ചെയ്യിക്കരുതെന്ന്. ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ റിസൾട്ട് വന്നു. അപ്പം ഇവൻ ഗ്യാപ്പ് ഇയറിന് അപ്ലൈ ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ കിട്ടാനുള്ള മാർക്ക് ഇവന് കിട്ടിയില്ല. അപ്പം ഗ്യാപ്പ് ഇയർ കിട്ടാൻ സാധ്യത മീൻസ് അതിന് അപ്ലൈ ചെയ്യാത്ത യൂണിവേഴ്സിറ്റി ന്യൂ കാസിലിൽ ഇവൻ അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഇവൻ തീരുമാനിച്ചു പിന്നെ വേറെ ഓപ്ഷൻസ് ഇല്ല, അപ്പോൾ ഈ വർഷം തന്നെ പോയി പഠിച്ചേക്കാം മെഡിസിന്. അങ്ങനെ പരിശുദ്ധ അമ്മ വളരെ ഭംഗിയായിട്ട് ഇവനെ ഗ്യാപ്പ് ഇയർ എടുക്കാതെ ഈ വർഷം തന്നെ സെപ്റ്റംബറിൽ ഇവൻ ജോയിൻ ചെയ്തു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ 2022 തൊട്ട് ഈ ഉടമ്പടി ജീവിതം ആരംഭിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളെല്ലാം കാണുകയും അത് എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. അച്ഛൻ്റെ ഉടമ്പടി ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കാണുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്തു. എൻ്റെ കൂട്ടത്തിൽ ഞാൻ കൊയറിലുള്ള ആളാണ്. എൻ്റെ കൂട്ടത്തിൽ കൊയറിലുള്ള സ്റ്റുഡൻസ് അവർക്ക് വിസ പ്രോബ്ലം, എക്സാം പാസ്സാകാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഞാൻ ഉടമ്പടി കാശുരൂപവും കൃപാസന പത്രവും എപ്പോഴും ഞാൻ 2 ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാൻ പോണത് അതിൻ്റെ വർത്തമാനം അവസാനിക്കുന്ന കൃപാസന മാതാവിനെക്കുറിച്ചും നിങ്ങൾ അവിടെ പോയി ഉടമ്പടി എടുക്കണം. വളരെയധികം അത്ഭുതങ്ങളാണ് അമ്മ ഞങ്ങളുടെ ജീവിതത്തിലും അതുപോലെ തന്നെ ഇമ്പോസിബിൾ മാറ്റേഴ്സ് ബിക്കം പോസിബിൾ ആക്കി തരുന്ന അമ്മയാണ് അവിടെ ഉള്ളത് എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒത്തിരി പേര് വന്ന് ഉടമ്പടി എടുക്കുകയും ഒത്തിരി പേർക്ക് ഞാൻ ഉടമ്പടി വസ്തുക്കളും തിരിയും നേർച്ച വസ്തുക്കളും എല്ലാം കൊടുത്തവർക്കെല്ലാവർക്കും അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു നേഴ്സാണ്. എൻ്റെ ICUവിൽ ഒരു പേഷ്യൻ്റ് ക്രിട്ടിക്കലായിട്ട് ആക്സിഡൻ്റായിട്ട് വന്ന് കിടന്നതാണ്. അപ്പോൾ കഴിഞ്ഞ 2024 ഞാൻ ഒക്ടോബർ 5 ആ പേഷ്യൻ്റ് ICUവിൽ സെപ്സിസ് ആയിട്ട് ക്രിട്ടിക്കലായിട്ട് കിടക്കുവാണ്. ഒരു മലയാളി പേഷ്യൻ്റാണ്, രഞ്ജു എന്നാണ് അവളുടെ പേര്. അപ്പോൾ ഞാൻ അതിൻ്റെ ഹസ്ബൻഡിനോട് ചെന്ന് ചോദിച്ചു, ഞാൻ ഉടമ്പടി എടുത്ത ആളാണ്, ഞാൻ ആ കൊച്ചിന് ഇച്ചിരി തൈലം തരട്ടി കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കൊരു പ്രതീക്ഷയില്ല. ഞാൻ പോയി അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ 6 തീയതി ഇങ്ങോട്ട് പോന്നു. 7 തീയതി ഡയറക്റ്റ് എയർപോർട്ടിൽ നിന്ന് ഞാൻ ഇവിടെയാണ് വന്നത്. ഞാൻ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ എനിക്ക് അവരുടെ ഫോട്ടോയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവർ സിസ്റ്ററിനോട് കാര്യം പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു, നീ ആ പരിശുദ്ധ അമ്മയോട് ഡയറക്റ്റ് പറഞ്ഞാൽ മതി, നീ തൈലമൊക്കെ അപ്ലൈ ചെയ്തിട്ട് കൊടുത്തിട്ടല്ലേ വന്നത്, അപ്പോൾ നീ നേരിട്ട് പറഞ്ഞാൽ മതി. ഞാൻ അമ്മയോട് അതിൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ അമ്മേനെ കാണിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ UK തിരിച്ചു തന്നപ്പോഴാണ് ആ മോൾക്ക് പരിപൂർണ്ണ സൗഖ്യം കിട്ടി. 1 by 1 ആയിട്ട് അത് റിക്കവറായി ഇപ്പോൾ ബാക്ക് ടു ഡ്യൂട്ടിയാണ്. അവർ നാട്ടിൽ വരുമ്പോൾ സാക്ഷ്യം പറഞ്ഞോളൂ. അവരുടെ ഫാമിലി ഉടമ്പടി എടുത്തതാണ്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അതുപോലെ തന്നെ ഈ ഓഗസ്റ്റ് 7 എയിൽസ്ഫോർഡിൽ വെച്ച് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനമുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എനിക്ക് ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേരണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഞങ്ങൾ ലീവ് ബുക്ക് ചെയ്തു, അക്കോമഡേഷൻ എല്ലാം എടുത്തു, ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ ഞാൻ തീർത്ഥാടന ഉടമ്പടി 2022 ഒക്ടോബർ 17 ആദ്യം എടുത്തത്. പിന്നെ ഞാൻ എവറി ഇയർ ഞാൻ വന്ന് അത് ഒക്ടോബർ തന്നെ പുതുക്കുമായിരുന്നു. ഞാൻ 3 പ്രാവശ്യം ജപമാല റാലിയിൽ പങ്കുചേർന്നിട്ടുണ്ട്. ഈ 2025 റാലിയിലും എനിക്ക് പങ്കുചേരാനുള്ള അവസരം മാതാവ് ഒരുക്കി തന്നു. അപ്പോൾ ഞാൻ എയിൽസ്ഫോർഡിൽ അവിടെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേർന്നപ്പോൾ ഞാൻ ഓർത്തു, ഞാനിപ്പോൾ പുതുക്കുന്നില്ല, എന്താണേലും ഞാൻ ഈ ഒക്ടോബറിൽ നാട്ടിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, അവൾക്ക് വിസയ്ക്ക് തടസ്സമാണ്, ജോലി നഷ്ടപ്പെട്ടു, കേസുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മമ്മിക്കാണേലും ഒരു ലാമിനക്ടമി സർജറി 3 months ബിഫോർ നടത്തിയതാണ്. മമ്മിയും ഉടമ്പടി എടുത്ത ആളാണ്.
25 വയസ്സുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ മൂത്ത മോന് വേണ്ടിയാണ് മമ്മി ഉടമ്പടി എടുത്തത് 3 വർഷം മുമ്പ്. ഞാൻ മമ്മീനെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. കാരണം മമ്മി ഒരു മരിയൻ ഭക്തിയാണ്, ലീജിയൻ ഓഫ് മേരിയിലെ ആക്റ്റീവ് മെമ്പറാണ്, സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ മമ്മിയുടെ കാരുണ്യ പ്രവൃത്തി, അവർ രോഗികളെ സന്ദർശിക്കുന്നതാണ്. ഞങ്ങളുടെ വീട്ടിൽ മമ്മീനെ സഹായിക്കാൻ വരുന്ന ഒരു മോനുണ്ട്, അത് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലമാണ്. അപ്പോൾ ആ മോന് ഞങ്ങളുടെ വീട്ടിലാണ് എപ്പോഴും. ആ മോനെയും കൂട്ടിയാണ് ആ സ്ത്രീ, 28 വയസ്സുണ്ട്. അപ്പം മമ്മിയാണ് ആ മോന് സമയാസമയങ്ങൾ എപ്പോഴും വേണം, ചേച്ചി എനിക്ക് ഫുഡ് വേണം, എനിക്ക് കാപ്പി വേണം, ചായ വേണം. ചിലപ്പോൾ വയലൻ്റ് ആകും, ചിലപ്പോൾ മമ്മീനെ ദേഷ്യപ്പെടും. എങ്കിലും മമ്മി എല്ലാം സഹിച്ച് ആ കൊച്ചിന് എല്ലാം ചെയ്തു കൊടുക്കുന്നു. അപ്പം മമ്മി എന്തുകൊണ്ടും ഉടമ്പടി എടുക്കാൻ യോഗ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മമ്മിയോട് ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്തോളാൻ. ഇപ്പം മമ്മി പുതുക്കുന്നില്ല, കാരണം ഇപ്പം മമ്മിക്ക് പറ്റത്തില്ല. അപ്പം മമ്മിക്ക് അന്ന് ഉടമ്പടി കാശുരൂപം കിട്ടിയായിരുന്നു. മമ്മി അപ്പോൾ സർജറിക്ക് പോയപ്പോൾ ഉടമ്പടി കാശുരൂപവും കൈ പിടിച്ചുകൊണ്ടാണ് മമ്മി പോയത്. സർജറി വളരെ സക്സസ് ആയിരുന്നു. പിറ്റേ ദിവസം അവരെ നടത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ മമ്മി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് ഭയങ്കര ഷൂട്ടിംഗ് പെയിനാണ്, ഹിപ്പിൽ നിന്ന് ലെഗിലേക്ക് റേഡിയേറ്റ് ചെയ്യുകയാണ്, ഇരിക്കാനും മേല കിടക്കാനും മേല, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എൻ്റെ അനിയത്തിയാണ് മമ്മിനെ നോക്കുന്നത്, അവൾക്കും ആകെ ഒരു ഡിപ്രഷനായിപ്പോയി, എന്ത് ചെയ്യണമെന്നറിയത്തില്ല, പെയിൻ കില്ലർ എടുത്തിട്ടും ഒരു മാറ്റവും ഇല്ല. അപ്പോഴാണ് ഞാൻ ഈ എയിൽസ്ഫോർഡ് ധ്യാനത്തിൽ ചെന്ന്, അപ്പം എൻ്റെ മനസ്സ് പറഞ്ഞു ഉടമ്പടി പുതുക്കണം, ഈ നിയോഗം വെക്കണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ഞാൻ ഉടമ്പടി പുതുക്കി നിയോഗം വെച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും അച്ഛൻ്റെ തൈലം പൂശിയുള്ള ബ്ലെസ്സിങ് കിട്ടി. ഞാൻ വിജയകുമാർ സാറിനോട് എൻ്റെ ഉടമ്പടി പത്രിക കാണിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും പറഞ്ഞു. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം 2 ദിവസം ധ്യാനമാണ്, പിറ്റേ ദിവസമാണ് ഞാൻ ഉടമ്പടി പുതുക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അക്കോമഡേഷനിലേക്ക് പോന്നു. അപ്പം ഞാൻ അവിടുന്ന് കുറച്ച് ഇംഗ്ലീഷിൻ്റെ ഉടമ്പടി പത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞു ലണ്ടൻ കാണാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി, കാരണം എനിക്ക് ഈ ഉടമ്പടി പത്രങ്ങൾ വിതരണം ചെയ്യാമല്ലോ, കൃപാസന പത്രങ്ങൾ വിതരണം ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടി കൃപാസന പത്രം കയ്യിലെടുത്തു. ഞാൻ ബാഗിലൊന്നും ഇട്ടില്ല. ഞങ്ങൾ ട്രെയിനാണ് പോയത്. അപ്പോൾ ലണ്ടൻ വിക്ടോറിയ സ്റ്റേഷനിൽ ആൾക്കാർ ഇങ്ങനെ പാഞ്ഞ് പോകുകയാണ്. ഞാൻ ഈ കൃപാസന പത്രം കയ്യിലെടുത്ത് എല്ലാവർക്കും നീട്ടുകയാണ്. എല്ലാവരും എന്നോട് പറയുവാണ് ഐ ഡോണ്ട് ഹാവ് ടൈം ടു റീഡ് എന്ന് പറയുവാണ്. എങ്കിലും ഞാൻ വകവച്ചില്ല. എനിക്കതൊരു ആഹ്ലാദവും ആനന്ദവുമായി, ഒരു ഹരമായി. ഞാൻ അങ്ങനെ പത്രം റെഫ്യൂസ് ചെയ്താലും ഞാൻ കൊടുത്തോണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും പിള്ളേരും ഒക്കെ എന്നെ കളിയാക്കി, പത്രം അകത്ത് ബാഗിൽ വെക്കുക, ഇവിടെ അത്ര സേഫ് അല്ല. എനിക്കതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. പ്ലീസ് ഞാനിത് കയ്യിലെങ്കിലും പിടിച്ചോട്ടെ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അങ്ങനെ മുഴുവനും പത്രവും അന്ന് കൊടുത്ത് തീർക്കാൻ പറ്റിയില്ലേലും ഞാൻ പിറ്റേ ദിവസം വേറൊരു സ്ഥലത്ത് ഞങ്ങൾ കുർബാന മുറക്കാറില്ല. ഞാൻ നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നതെങ്കിലും രാവിലെ എവിടെയെങ്കിലും കുർബാനയ്ക്ക് പോകും. അതനുസരിച്ചാണ് ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്. എപ്പോഴാണ് കുർബാന അതനുസരിച്ച് നമുക്കത് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഞങ്ങൾ കുർബാനയ്ക്ക് പോയപ്പം അവിടെ ആ പള്ളിയിൽ അറിയാത്ത ആൾക്കാർക്കെല്ലാം ഞാൻ ആ കൃപാസന പത്രം കൊടുത്ത് വിതരണം ചെയ്തു. അപ്പം പിറ്റേ ദിവസം ഞാൻ മമ്മീനെ വിളിച്ചപ്പോൾ മമ്മി പറയുകയാണ് ആ വേദന കംപ്ലീറ്റ് പോയി. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ മമ്മിക്ക് ആ വേദന വന്നിട്ടില്ല. അത് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് കേസും ജയിച്ചു. ഇനി അവൾക്ക് ജോലിയും കിട്ടണം. അവൾ വിസ ശരിയാകുമ്പോൾ അവൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയും. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് കാറ്ററിംഗ് ആണ്. എൻ്റെ ഹസ്ബൻഡ് 2000 പേർക്ക് ഒരു കാറ്ററിംഗ് ചെയ്തു. അപ്പോൾ അത് കഴിച്ച ഒരു 100ഓളം പേർക്ക് ഒരു ഫുഡിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായി, ലൂസ് മോഷൻ ഉണ്ടായി. അത് വളരെ വലിയ പ്രശ്നമാകുന്ന കാര്യമാണ്. എനിക്ക് കാരണം ആ ഫുഡ് പലർക്കും കൊടുത്തതാണ്. ബിഷപ്പ്, വേറെ പിതാക്കന്മാർ, വൈദികർ, സന്യസ്തരൊക്കെ കഴിച്ചതാണ്. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. ഏതോ ഒരു കണ്ടെയ്നറിലാണ് ഫുഡ് പോയ്സൺ വന്നിരിക്കുന്നത്. അത് UK-യിലല്ലേ, വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാകും അത് എന്തെങ്കിലും ആർക്കെങ്കിലും സംഭവിച്ചാൽ. അപ്പോൾ അതൊരു ട്യൂസ്ഡേ ആണ്. ഞാൻ ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഇതിൽ ഫുഡ് പോയ്സൺ വന്ന് അതിൽ അകപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി അവരെ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു.
അപ്പോഴാണ് സൗഖ്യ ശുശ്രൂഷയിൽ ജോസഫച്ചൻ പറയുന്നത്, വിഷമുള്ളിച്ചെന്ന് അങ്ങനെ പ്രോബ്ലമായിരിക്കുന്നവരെ തിരുരക്തം കൊണ്ട് ഈശോ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അത് എനിക്ക് ഉറപ്പായിരുന്നു ഈ പ്രശ്നം ഈശോ പരിഹരിക്കുന്നതാണെന്ന്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ ഇത്രയൊക്കെ അനുഗ്രഹങ്ങളാണ് എൻ്റെ ഓർമ്മയിൽ. കാരണം ഇവർ ചുരുക്കി പറയണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇനിയും ധാരാളം ചെറുതും വലുതുമായ അനുഗ്രഹങ്ങളുണ്ട്, അതിനെല്ലാം നന്ദി പറയുന്നു. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, കൃപാസന പത്രം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ 40 കെട്ടാണ് വാങ്ങിച്ചത്. കൃപാസനത്തിലെ ശുശ്രൂഷകർക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നിയെന്ന് തോന്നുന്നു. അവരെനിക്കൊരു ചാക്കിലാണ് തന്നത്. ഇവിടെ തൊട്ട് കൊടുത്തു തുടങ്ങിക്കോളാൻ പറഞ്ഞു. പക്ഷേ എനിക്കൊരു പേടിയും തോന്നിയില്ല. ഞാൻ അരൂര് പള്ളിയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇതാണ്ട് 3 കെട്ടും കൂടി ഇരിക്കുന്നു. ഞാൻ അതും കൂടി എടുത്തു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ പറഞ്ഞു, അത് പള്ളിയിൽ വെക്കാനുള്ളതല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, അല്ല, ജോസഫ് അച്ഛൻ പറഞ്ഞിരിക്കുന്ന അങ്ങനെ പത്രം പള്ളിയിൽ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ളതല്ല. ഞാൻ ഇത്രയും പത്രം വാങ്ങിച്ചാലും പ്രശ്നമില്ല, ഇത് വിതരണം ചെയ്യും. കാരണം ഞാൻ ബാംഗ്ലൂർ പോകുന്നതുകൊണ്ട് കന്നഡ പത്രം, ഇംഗ്ലീഷ് പത്രം, തമിഴ് പത്രം, അതുപോലെ തന്നെ കൊങ്ങിണി പത്രം, ഈ പത്രങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ച റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ ബാംഗ്ലൂരിലെ ശിവാജി നഗർ സെൻറ്റ് മേരീസ് ദേവാലയത്തിലും അതുപോലെ എന്നെ കാണുന്നവർക്കെല്ലാം എൻ്റെ കമ്പാർട്ട്മെൻറ്റിലും എല്ലാം കൊടുത്തു. അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഞാൻ ഒക്ടോബർ 7 ഞാൻ ഇവിടെ വന്നിരുന്നു. അന്ന് ഞാൻ തന്നെയാണ് വന്നത്. മക്കളും ഹസ്ബൻഡും ഒക്കെ ഈ 26 വന്നത്. കാരണം എനിക്ക് ഇച്ചിരി കൂടുതൽ ലീവ് കിട്ടിയതുകൊണ്ട്. അപ്പോൾ ഒക്ടോബർ 5 ഇവിടെ എത്തി. 7 ഞാൻ ഇവിടെ വന്ന് എനിക്ക് വിശുദ്ധ കുർബാന കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഇവിടുത്തെ. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ കൂട്ടത്തിലാണ് വന്നത്. ഞങ്ങൾ ആ എൻട്രൻസിൽ വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം. അപ്പം ഞാൻ ഓർത്തു, നേരത്തെ വന്നതുകൊണ്ടായിരിക്കും കൃപാസനത്തിൽ ആരെങ്കിലും മുല്ലപ്പൂവിൻ്റെ സ്പ്രേ അടിച്ചതായിരിക്കുമെന്ന്. ഇത് ഭയങ്കര സ്ട്രോങ് സ്മെല്ലാണ്. ഞങ്ങളിങ്ങ് നടന്നു വന്നു, അവിടെ കൗണ്ടറിലെല്ലാം ചെന്നു, അവിടെയും സ്മെല്ല്. കൃപാസന പത്രം വാങ്ങിക്കുന്ന അവിടെ ചെന്നു, അവിടെ സ്മെല്ല്. കുർബാനയുടെ സമയത്ത് സ്മെല്ല്, അതുപോലെ തന്നെ കുന്തിരിക്കത്തിൻ്റെ സ്മെല്ല്, അതുപോലെ തന്നെ ഡെറ്റോളിൻ്റെ സ്മെല്ല്. ഇതെല്ലാം പല നല്ല സ്മെല്ലുകൾ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ കുർബാന വളരെ എന്നാ പറയുന്ന ആഗ്രഹത്തോടെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കാരണം അന്നൊരു പ്രത്യേകതയുണ്ട്. ഒക്ടോബർ 7 എൻ്റെ മൂത്ത മോൻ്റെ ബർത്ത്ഡേ ആണ്. ജവമാല രാജ്ഞിയുടെ തിരുനാളും കൂടിയായിരുന്നു. അപ്പുവച്ചൻ്റെ ബർത്ത്ഡേ അന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അന്ന് പറഞ്ഞത്, അന്നത്തെ ഒരു വചനം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. മംഗളവാർത്തയുടെ ദൈവവചനമാണ് അന്ന് അച്ഛൻ വായിച്ചതും. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയ അനുഗ്രഹമായിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 3 മണിക്കൂർ ഉണ്ടായിരുന്നു. എനിക്ക് ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ല. കാരണം നവംബർ 7 ആകുമ്പോഴേ എനിക്ക് 3 മാസമാകുള്ളൂ. അവർ പറഞ്ഞു എന്നോട് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല. ഞാൻ കുറച്ച് നേർച്ച വസ്തുക്കളുമൊക്കെ വാങ്ങിച്ച് ഞാൻ വീട്ടിലേക്ക് പോകുവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് അങ്കമാലിലാണ്. ഞാൻ പാലായിലേക്ക് എന്നെ കൊണ്ടേ വിടുവാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തങ്കിപ്പള്ളിയിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ തങ്കിപ്പള്ളിയിലേക്ക് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് വഴിയാണ് പോയത്. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾക്ക് വഴി അറിയില്ല. അപ്പോൾ ഡ്രൈവർ പലരോടും ചോദിച്ചെങ്കിലും ഞങ്ങൾ ബാക്ക് ഫോർവേഡ് നടന്നെങ്കിലും ഞങ്ങൾക്ക് വഴി കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ സ്ലോ ആയിട്ടാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങളുടെ വണ്ടി ചരിഞ്ഞ് പോകുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി എന്തോ ആക്സിഡൻറ്റ് സംഭവിക്കാൻ പോവുകയാണെന്ന്. ഡ്രൈവറും വെപ്രാളപ്പെടുന്നു, സ്റ്റിയറിങ് കയ്യിൽ നിന്ന് കൺട്രോൾ ഇല്ലാതെ പോണു. അപ്പോൾ എനിക്ക് പക്ഷേ ഒരു പേടിയും തോന്നിയില്ല. കാരണം കൃപാസന പത്രം 7 കെട്ട് വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ പോണത്. കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്. അമ്മയുടെ അടുത്ത് സാന്നിധ്യം അമ്മ എനിക്ക് അറിയിച്ചതാണ്. എനിക്കൊന്നും പേടി തോന്നിയില്ല. ഞാൻ ഒരു 3 മിനിറ്റ് ഞാനിങ്ങനെ കൂളായിട്ടിരുന്നു. എന്താണേലും പരിശുദ്ധ അമ്മ തന്നെ ആ സ്റ്റിയറിങ് കൺട്രോൾ ചെയ്ത് വണ്ടീനെ ഒരു കപ്പത്തോട്ടത്തിൻ്റെ സൈഡിലേക്ക് ചരിച്ച് ആ മണ്ണിൽ താഴ്ത്തി അങ്ങനെ നിർത്തി. അപ്പോൾ ഞാൻ ആ വണ്ടിയിലിരുന്നു. നല്ല ചൂടാണ്. ആൾക്കാരൊക്കെ വന്നു. മെക്കാനിക്കിനെ വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴും ഞാൻ ആ ചരിഞ്ഞ വണ്ടിയിലിരുന്ന് ഉടമ്പടി ധ്യാനം 11:30 ആയല്ലോ, ഉടമ്പടി ധ്യാനം കൂടാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഞാൻ ഉടമ്പടി ധ്യാനം എല്ലാം കൂടി ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, എന്തിനാ ഈ ചൂടത്തിൻ്റെ അകത്തിരിക്കുന്ന, പുറത്തിറങ്ങി ഓട്ടോയിൽ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഓട്ടോയിൽ ഇരുന്ന് ഞാൻ ഉടമ്പടി ധ്യാനം കണ്ടു. അപ്പോഴാണ് ഒരു മുല്ല നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു മുല്ലപ്പൂ പറിച്ച് നോക്കി. ഞാൻ UK ആയതുകൊണ്ട് മുല്ലപ്പൂവിൻ്റെ സുഗന്ധമൊന്നും ഒരിക്കലും കേട്ടത്തില്ല. അപ്പോൾ ഞാൻ പറിച്ച് നോക്കിയപ്പോൾ അതേ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല്. അങ്ങനെ അമ്മ എനിക്ക് ഇതാണ് മുല്ലപ്പൂ ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു അമ്മ. പിന്നെ ഞാൻ വീട്ടിൽ പുതിയൊരു ടാക്സി വിളിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും
ഒത്തിരി നന്ദി ഞങ്ങളെ സംരക്ഷിച്ചതിന്. കാരണം അത് മെയിൻ റോഡിൽ കൂടിയാണ് ഞങ്ങൾ ഡയറക്റ്റ് പോയിരുന്നെങ്കിൽ ഞങ്ങൾ ആ വണ്ടി എവിടെയെങ്കിലും ഇടിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും വലിയൊരു ആക്സിഡൻറ്റിൽ നിന്നാണ് പരിശുദ്ധ അമ്മ തിരുക്കുമാരൻ വഴി ഞങ്ങളെ രക്ഷിച്ചത്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഞങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ ഞാൻ എവറി ഫ്രൈഡേ, ഫസ്റ്റ് ഫ്രൈഡേ ഞങ്ങൾ UK 8 കിലോമീറ്റർ ജപമാല റാലി പ്രസിഡൻ്റെ മധ്യത്തിൽ കൂടെ ഞങ്ങൾ 2-3 ഫ്രണ്ട്സുണ്ട് ചെല്ലി പോകാറുണ്ട്. പോരുന്നതിൻ്റെ തലേ ദിവസവും ഭയങ്കര കാറ്റും മഴയായിരുന്നു. ഞാൻ മുടക്കിയില്ല, ഞാൻ പോയി കൂടിയിട്ടാണ് വന്നത്. അതുപോലെ തന്നെ ഇവിടത്തെ ജപമാല റാലി കൂടാനും പരിശുദ്ധ അമ്മ വളരെയധികം ക്രമീകരിച്ചു തന്നു. കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നത് എൻ്റെ മുമ്പിൽ അർഹതപ്പെട്ട ആര് വന്നാലും ഞാനും ഹസ്ബൻഡും നിരാശരാക്കാറില്ല. ഹസ്ബൻഡിനോട് പറഞ്ഞ ഹസ്ബൻഡും കാണുന്നവർക്കൊക്കെ സാമ്പത്തിക സഹായവും വേണ്ട സഹായം ഫുഡായിട്ടും, അതുപോലെ തന്നെ അവിടെ ഫുഡ് ബാഗ് ഉണ്ട്. ഹോംലെസ് പീപ്പിളിന് ഞങ്ങൾ ഫുഡ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അഗതി മന്ദിരത്തിൽ ഞങ്ങൾ ആകാശപ്പറവിയിൽ പോയി സന്ദർശിച്ചു. അവർക്ക് ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ആവശ്യമായ എല്ലാവർക്കും എന്നോടൊരാവശ്യം പറഞ്ഞ് ഞാൻ ആദ്യം പറയുന്ന കൃപാസന മാതാവിനോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക എന്നതാണ്. പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നേ ദിവസം ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. എങ്കിലും എല്ലാം ക്രമീകരിച്ച് തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ ഇംഗ്ലീഷാണ് ഞാൻ പറയുന്നത്. I hope that's okay. All praise and all glory to God. Thank you. Amen. എനിക്ക് സർജറി ചെയ്തു കഴിഞ്ഞ് ഭയങ്കരമായ ശരീരവേദന ഉണ്ടായിരുന്നു. എന്ത് ചെയ്തിട്ടും കിടന്നിട്ടും നടന്നിട്ടും ഒന്നും കുറവില്ലായിരുന്നു. അപ്പം മോളിങ്ങനെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ഇത് എനിക്ക് സാക്ഷ്യം പറയുന്നിടത്ത് തന്നെ തലയിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് എനിക്കത് പൂർണ്ണമായിട്ടും സൗഖ്യമായി, വേദന സൗഖ്യപ്പെട്ടു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. താങ്ക്സ് ടു ജീസസ്. 2 കൊരിന്തോസ് 4:17-18 തിരുവചനങ്ങൾ. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്. അവയുടെ ഫലമോ അനുപമമായ മഹത്വവും ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. രശ്മി എന്ന ഈ സഹോദരി സുദീർഘമായി തന്നെ തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതാനുഭവങ്ങളെ നമ്മോട് പങ്കുവച്ചു. പ്രിയമുള്ളവരെ, ഉടമ്പടി ആത്മീയ ബോധ്യങ്ങളിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. അത് കുറേ കൂടി ദൈവത്തിന് ഹിതകരമായ ഇഷ്ടമുള്ള രീതിയിൽ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന പദ്ധതിയിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ സന്തോഷങ്ങളിൽ നിന്ന്, നശ്വരമായ ജീവിത നേട്ടങ്ങളിൽ നിന്ന് അനശ്വരമായ ദൈവിക പദ്ധതിയിലേക്ക്, നിത്യജീവനിലേക്ക്, ദൈവികമായ സന്തോഷത്തിലേക്ക് നമ്മുടെ കുടുംബത്തെയും ജീവിത സാഹചര്യത്തെയും ഓരോ ദിവസവും നയിക്കുന്നതിന് ഉടമ്പടിയിലൂടെ സാധിക്കുന്നുണ്ടെന്ന് സഹോദരി തൻ്റെ സാക്ഷ്യത്തിൽ പ്രത്യേകമായി സൂചിപ്പിച്ചു. നൈറ്റ് ഡ്യൂട്ടിയാണ് എനിക്കുള്ളതെങ്കിലും എവിടെയാണോ വിശുദ്ധ കുർബാനയുള്ളത് അത് കണ്ടെത്തി അവിടെ കുടുംബം ഒരുമിച്ച് പോയി വിശുദ്ധ ബലിയർപ്പിക്കുവാൻ ഞങ്ങളെപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നുവെന്ന്. ഒരു വ്യക്തിയിലൂടെ ഒരു കുടുംബം മുഴുവനും, ഒരു കുടുംബത്തിലൂടെ മറ്റനേകരിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെയും കരുണയെയും ദൈവത്തിൻ്റെ വിശ്വാസത്തെയും ദൈവത്തിലുള്ള ആശ്രയത്വത്തെയും പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവകൃപ നേടുവാനുള്ള സാഹചര്യങ്ങളെയും പങ്കുവയ്ക്കുവാൻ ഈ സഹോദരി ശ്രദ്ധിക്കുന്നുവെന്നത് തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ നന്മയാണ്. പ്രിയമുള്ളവരെ, ഓരോ ഉടമ്പടി ജീവിതത്തിലും നമ്മളെ ഓരോരുത്തരും ദൈവം ആഗ്രഹിക്കുന്നത് അവൻ്റെ പോരാളിയായി, അവൻ്റെ കാവലായി, അവൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്ന വ്യക്തിയായി നാം ജീവിക്കുന്ന ഇടങ്ങളിൽ മാറുന്നതിന് വേണ്ടിയാണ്. ലോകത്തിൻ്റെയും മണ്ണിൻ്റെയും താല്പര്യങ്ങളല്ല, ദൈവത്തിൻ്റെയും ആത്മാവിൻ്റെയും പ്രചോദനമുള്ള താല്പര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ വളർത്തുവാനും നയിക്കുവാനും അതിൽ നിലനിർത്തുവാനും നമുക്കെപ്പോഴും സാധിക്കണം. അതിനുവേണ്ടിയാണ് ഉടമ്പടി നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, ഉടമ്പടി ജീവിതത്തിലൂടെ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കുടുംബത്തിൽ ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങൾക്ക്, വലിയ ആത്മീയ ബോധ്യങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ഉടമ്പടിയിൽ കൂടുതൽ വിശ്വസ്തതയിൽ ജപിക്കുവാൻ, തീഷ്ണതയിൽ ജപിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം. ആദ്യമായി തന്നെ ഈശോപ്പായ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാനീ പറയാൻ പോകുന്നത്. രണ്ടാമത്തെ സാക്ഷ്യം പറയാനായി എനിക്ക് ഈ അൽത്താരയിൽ അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോപ്പായ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സിന്ധു, ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു.
ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ഓഗസ്റ്റ് മാസം 23-ാം തീയതിയായിരുന്നു. ആദ്യത്തെ സാക്ഷ്യം ഞാൻ 2025 ജനുവരിയിൽ പറഞ്ഞിട്ടാണ് പോയത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് പറയുന്നത്. ഒപ്പം തന്നെ എൻ്റെ മക്കൾക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ അവർ തന്നെ വിവരിക്കുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എന്നെ 2021 എനിക്കൊരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. ആ ആക്സിഡൻറ്റ് 4 വർഷമായി ഒന്നും വിധിയാകാതെ കിടപ്പിലായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ പുതുക്കി പ്രാർത്ഥിച്ചതിന് ശേഷം, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ മെഴുകുതിരിയിൽ 7 എന്നൊരു അടയാളം കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജൂലൈ മാസത്തിൽ 7-ാം മാസത്തിൽ എനിക്ക് അവിടെ നിന്നും വക്കീൽ വിളിക്കുകയുണ്ടായി, ഇങ്ങനെ എൻ്റെ കേസ് വിധിയായിരുന്നു. അതിനു മുമ്പിട്ട് ഈ കേസ് ഫെബ്രുവരിയിൽ വിധിയായ കേസായിരുന്നു. പക്ഷേ ആ വക്കീൽ എന്നെ അറിയിച്ചിരുന്നില്ല. പക്ഷേ എൻ്റെ മെഴുകുതിരിയിലും എനിക്ക് അച്ഛൻ ഒരു ധ്യാനത്തിലും മുന്നേ പറഞ്ഞിരുന്നു, ജൂണിലൊരു ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞിരുന്നു, വിധിയാകാതെ കിടക്കുന്ന കേസുകളെല്ലാം ഈ മാസം വിധിയാകുന്നുണ്ടെന്ന്. അപ്പം ഞാനത് പൂർണ്ണമായി വിശ്വസിച്ചു. എൻ്റെ കാര്യം തന്നെയാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ആ മാസത്തിൽ തന്നെയാണ്, 7-ാം മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് അച്ഛൻ്റെ ആ ധ്യാനത്തിൽ ആ വാക്കുകൾ പറഞ്ഞിരുന്നത്. ആ മാസത്തിൽ തന്നെയാണ് ആ വക്കീൽ എന്നെ വിളിച്ചു പറയുന്നത്, സിന്ധുവിൻ്റെ കേസെല്ലാം വിധിയായിട്ടുണ്ട്, ഈ മാസം 29-ാം തീയതിക്ക് മുന്നേ കയറി വരണം, എല്ലാം റെഡിയായി കിടക്കുകയാണെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. അപ്പം ഞാൻ എൻ്റെ മക്കളോടൊപ്പം ഖത്തറിലായി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഉടമ്പടി ഞാൻ ഓൺലൈനിലായിരുന്നു എടുത്തിരുന്നത്, ബാക്കി പുതുക്കലൊക്കെ. പിന്നെ ഇവിടെ വന്ന് പുതുക്കി, രണ്ടാമത്തെ പുതുക്കൽ ഇവിടെ വന്ന് പുതുക്കി. അച്ഛനെ കണ്ടു, പേപ്പറെല്ലാം അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അച്ഛൻ പറഞ്ഞു ധൈര്യമായി പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു, വക്കീലിൻ്റെ അടുത്ത് ചെന്നു, ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ആ വക്കീൽ ചെറിയ ചൂടുകാരനായിരുന്നു, ഒരു ഇതായിരുന്നു, റഷായിട്ട് സംസാരിക്കുന്ന വക്കീലായിരുന്നു. പക്ഷേ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. വക്കീൽ സൗമ്യമായി എന്നോട് പെരുമാറിയതൊക്കെ. അപ്പോൾ തന്നെ പറഞ്ഞു, സിന്ധുവിൻ്റെ പൈസ 10 ദിവസത്തേക്കാവും സിന്ധുവിൻ്റെ പൈസ അക്കൗണ്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. സൂക്ഷം പോലെ തന്നെ 10 ദിവസം എടുത്തില്ല, അതിനു മുമ്പ് തന്നെ എൻ്റെ കേസിൻ്റെ വിധി സ്ഥാപിച്ചു, പൈസ അക്കൗണ്ടിൽ വരികയും ചെയ്തു. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ ഒന്നാമത്തെ സാക്ഷ്യത്തിൽ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോകുന്ന സമയത്ത്, ഓഗസ്റ്റിലായിരുന്നു ഞങ്ങൾ ഉടമ്പടി എടുത്ത്, സെപ്റ്റംബറിൽ ഞങ്ങൾ ഖത്തറിലേക്ക് പോകുന്ന വഴിയിൽ, ഞാനും എൻ്റെ മക്കളും കൂടെ പോകുന്ന വഴിയിൽ ട്രെയിനിൽ വെച്ചിട്ട് എൻ്റെ ഒരു മോളുടെ പേഴ്സും ID-യും നഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല പേഴ്സ് നഷ്ടപ്പെട്ട കാര്യം. ഞങ്ങൾ എയർപോർട്ടിൽ ചെന്നു, ഇമിഗ്രേഷന് നിൽക്കുമ്പോഴാണ് ID ചോദിക്കുമ്പോൾ മോളുടെ പേഴ്സ് കാണുന്നില്ല. അപ്പം എവിടെയാ പോയതെന്ന് ഞങ്ങൾക്ക് തിട്ടമില്ല. പിന്നെ ട്രെയിനിലാണോ പോയത്, ഓട്ടോയിലാണോ പോയതെന്ന് വ്യക്തമല്ലായിരുന്നു. എങ്കിൽ പോലും ഞങ്ങൾ അവിടെ നിന്ന്, എൻ്റെ കയ്യിൽ എപ്പോഴും ഞാൻ ഉടമ്പടി എടുത്ത മാതാവിൻ്റെ കാശ് രൂപമുണ്ട്. അപ്പം എയർപോർട്ടിൽ ഇമിഗ്രേഷൻ ഓഫീസർ പറഞ്ഞു പോകാൻ പറ്റില്ല, ഒരു മോക്കും അമ്മയ്ക്കേ പോകാൻ പറ്റൂ, ഒരു മോളുടെ ID ഇല്ലാത്തതുകൊണ്ട് കയറ്റി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവർ ഞങ്ങളെ തിരിച്ചു പറഞ്ഞ് അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ മാതാവിനെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, മാതാവേ, ഞാൻ എൻ്റെ മാതാവിനെ വിശ്വസിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്, ഞങ്ങളെ ഇവിടെ നിന്നും കയറ്റി വിടണം, ഒരു പ്രശ്നവും കൂടാതെ ഈ ID ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും ഞങ്ങളെ ഇവിടുന്ന് കയറ്റിവിടുകയും ചെയ്യണമെന്ന് എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ മനമൊരുക്കി പ്രാർത്ഥിച്ചു. ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞ് ഒരു ഓഫീസർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കയറി വാ, ഇവിടുന്ന് നിങ്ങളെ കയറ്റി വിടാം, പക്ഷേ നിങ്ങൾക്ക് ഖത്തറിൽ ഇറങ്ങാൻ പാടില്ല, ഖത്തറിൽ നിങ്ങൾക്ക് ഈ ID കാണിക്കാതെ ഇറങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അറിയാം എൻ്റെ മാതാവ് ഇടപെട്ട കാര്യമല്ലേ, എന്തായാലും ഇവിടുന്ന് കയറ്റി വിടുന്നുണ്ടെങ്കിൽ മാതാവ് തന്നെ എന്നെ ഖത്തറിൽ ഇറക്കി വിടും, എനിക്കത് വിശ്വാസമായിരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ സാറേ, ഞങ്ങളെ ഇവിടുന്ന് കയറ്റി വിടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ഇവിടുന്ന് സാറ് തന്നെ പേപ്പറെല്ലാം ശരിയാക്കി ഞങ്ങൾ കയറാനായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ ഞാൻ ഇവിടെ തന്നെ വിളിച്ച്, എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ഇവിടെ പ്രാർത്ഥന റിക്വസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ തന്നെ ഇവിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേഴ്സ് ട്രെയിനകത്ത്, അപ്പം കന്യാകുമാരിക്ക് പോകുന്ന ട്രെയിനായിരുന്നു, ട്രെയിനിൻ്റെ മുകളിലത്തെ ബർത്തിൽ കിടപ്പുണ്ടായിരുന്നു ആ പേഴ്സ്. ആ TTR എടുത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. എങ്കിലും നമുക്കത് നമ്മുടെ കൈ കിട്ടാൻ വഴിയില്ലല്ലോ ആ സമയത്ത്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് അവിടെ ബാത്റൂമിൽ, നമ്മുടെ എയർപോർട്ടിൽ ബാത്റൂമിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയെ ഒരു പ്രശ്നവും കൂടാതെ ഞങ്ങളെ ഖത്തറിൽ ഇറക്കി തരണം. സൂക്ഷം പോലെ ഞങ്ങൾ ഖത്തറിൽ ചെന്നു. എമിഗ്രേഷൻ സമയത്ത് അവിടെ ഇരിക്കുന്നത് ഖത്തറികളാണ് ഓഫീസറായിട്ടിരിക്കുന്നത്. ഒരു വെളുപ്പാങ്കാല സമയമാണ് ഞങ്ങളവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾക്ക് തൊട്ട് മുമ്പിലുള്ളവരുടെ വരെ ID മേടിച്ച് അവർ ID നോക്കി അവർ പാസ്പോർട്ട് പതിച്ച് വിടത്തുള്ളൂ, ID ഇല്ലാതെ വിടുകയില്ല. അങ്ങനെ ഞങ്ങളത് എത്തുന്നതിന് മുമ്പ് എൻ്റെ മൂത്ത മോൾ അവിടെ പേപ്പർ കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോളിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കെ ഞങ്ങളെ 3 പേരുടെയും പാസ്പോർട്ട് പതിച്ച് ഞങ്ങളെ ഇറക്കി വിട്ടു, ID ചോദിച്ചില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ്. അമ്മ മാതാവ് അവിടെ ഇടപെട്ടു എന്നുള്ളത് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു.
കാരണം ID ഇല്ലാതെ എന്തായാലും ഖത്തറിൽ ഇറങ്ങാൻ പാടില്ല. അവിടെ ജോലി ചെയ്യുന്ന കുട്ടിയാണ്, അവിടെ ഖത്തറിൽ പോകാൻ പറ്റില്ല. അതായിരുന്നു ഞങ്ങളുടെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ എനിക്കൊരു ഒരുപാട് എൻ്റെ ആദ്യത്തെ സാക്ഷിയൊക്കെ ഞാൻ ഇവിടെ വിവരിച്ചിട്ടുണ്ട്. എനിക്കൊരു വലിയ രോഗസൗഖ്യമൊക്കെ തന്നതാണ് മാതാവ്. അപ്പോൾ എനിക്കും ഒരുപാട് സൗഖ്യങ്ങൾ കിട്ടി. പിന്നീട് എൻ്റെ മക്കൾക്ക് 2-3 അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് അവർ തന്നെ ഇവിടെ വിവരിക്കുന്നതാണ്. എൻ്റെ മൂത്ത മകൾ ലക്ഷ്മിപ്രിയ. ഈ മകളുടെ കാര്യം ആ മകൾ തന്നെ പറയും. അമ്മ മാതാവിനും കർത്താവ് യേശു ക്രിസ്തുവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലക്ഷ്മിപ്രിയ. ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റലിൽ ഇൻഷുറൻസ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാനിപ്പം 1 year ബാക്ക് മുമ്പാണ് ശരിക്കും പറഞ്ഞ ഉടമ്പടി എടുത്തത്. ഡേറ്റ് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഉടമ്പടി ഞാൻ എടുക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ നിയോഗങ്ങളൊന്നും വെക്കാറില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരു അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടിയൊന്നും പ്രാർത്ഥിക്കാറില്ല. എനിക്ക് ഇന്ന കാര്യം വേണം അല്ലെങ്കിൽ ഇത് നടക്കണം എന്ന് പറഞ്ഞൊന്നും ഞാൻ പ്രാർത്ഥിക്കാറുമില്ല. അങ്ങനെ ഒരു ഇതുമില്ല. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. അപ്പം നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു 6 നിയോഗം നിനക്ക് എഴുതാം, 6 കാര്യങ്ങൾ എഴുതാം, ആ കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ നോക്കിയപ്പം 6 നിയോഗങ്ങൾ എഴുതണം. പക്ഷേ 6 കാര്യങ്ങൾ എഴുതാൻ അങ്ങനെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ എൻ്റെ കാര്യം എഴുതാൻ നിന്നാൽ അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറയാൻ നിന്നാൽ ചിലപ്പോൾ കർത്താവ് വരെ ഞെട്ടിപ്പോകും. അത്രയും വലിയ ലിസ്റ്റായിരിക്കും. അപ്പോൾ അത് ഇത്രയും കൂടെ അതിനകത്ത് എഴുതാനും പറ്റത്തില്ല. 6 എണ്ണമെന്ന് പറഞ്ഞാൽ 60,000 എണ്ണത്തിന് മേളിൽ കാണും. അവിടെ ഞാനൊന്നും എഴുതിയില്ല. ഞാൻ അമ്മയുടെ രോഗസൗഖ്യം എഴുതി. അത് അമ്മ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അമ്മ അത് പറഞ്ഞു, സാക്ഷ്യം വന്ന് പറഞ്ഞു ആ സൗഖ്യം കിട്ടിയ കാര്യം. പിന്നെ ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥന ചെല്ലാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോൾ ഉടമ്പടിയിലാവുന്നതിന് മുമ്പ് ഞാൻ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. എന്നെ പഠിപ്പിച്ചതൊക്കെ സിസ്റ്റേഴ്സാണ്. അപ്പോൾ അന്ന് തൊട്ടേ എനിക്ക് കൊന്ത പഠിക്കാൻ അറിയാം, ബൈബിൾ വായിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പ്രാർത്ഥന അറിയാം. കർത്താവിനെ ഞാൻ കൂടുതൽ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിരുന്ന സമയത്ത്, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ മരിച്ച സമയത്താണ് ഞാൻ കർത്താവിനെ കൂടുതൽ അറിയുന്നത്. അപ്പോൾ അന്ന് ടൈം തൊട്ടേ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കർത്താവിനെ ഇങ്ങനെ കുരിശിലൊക്കെ തറച്ച് വെച്ചേക്കുന്ന കാണുമ്പം ഒരു വിഷമമായിരുന്നു കാണുമ്പോൾ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോൾ, അല്ലെങ്കിൽ അന്ന് നമുക്ക് ഏറ്റവും വലിയ വേദന സ്കൂളിൽ നിന്ന് അടി കിട്ടുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് അടി കിട്ടുമ്പോൾ ആ വേദന കിട്ടുമ്പോൾ ഞാൻ പറയാം കർത്താവിൻ്റെ കയ്യിലാണ് ഏറ്റി, അത്രയും വേദനയൊന്നുമില്ലല്ലോ, അപ്പോൾ സഹിക്കാം, കുഴപ്പമില്ല. അങ്ങനെ ഒരു ഇതായിരുന്നു എനിക്ക്. കർത്താവിൽ അത്രയും ഒരു സ്നേഹമാണോ എനിക്കറിയില്ല, ഒരു അപ്പനെ പോലായിരുന്നു എനിക്കിപ്പോൾ തോന്നാറുള്ളത്. അപ്പോൾ ഇതിൽ ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം പിന്നെ കൂടുതൽ അടുക്കാനും കൂടുതൽ അറിയാനും തുടങ്ങിയത്. പിന്നീട് ഞാനിപ്പം കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച വന്നപ്പോൾ ഞാൻ ഉടമ്പടി ഇവിടുന്ന് ഡയറക്റ്റ് ഞാൻ ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത സമയത്ത് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. അതെനിക്ക് നടക്കുകയും ചെയ്തു. അതെനിക്ക് എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പ്രാർത്ഥിച്ചു, അതും നടന്നു. അപ്പം ഞാൻ അവിടെ ഒരു മലയാളി മാനേജ്മെൻറ്റ് ഹോസ്പിറ്റലിൽ ഇൻഷുറൻസ് അസോസിയേറ്റ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കൊടുക്കണമെന്ന് വിചാരിച്ച് കൊടുത്തതല്ല. പക്ഷേ ഞാൻ ഇങ്ങനൊരു ഇൻ്റർവ്യൂവിൻ്റെ ഇത് കണ്ടപ്പം ലിങ്ക്ഡിൻ വരെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. കിട്ടും എന്നൊരു പ്രതീക്ഷ എനിക്കില്ല, കാരണം കിട്ടത്തില്ല. അത്രയും വലിയൊരു ഹോസ്പിറ്റലാണ്, അവിടെ നമുക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയില്ല, അതിനുള്ള ഒരു മെറിറ്റും എനിക്കില്ല. അപ്പോൾ അത് കിട്ടത്തില്ലെന്നുള്ളൊരു വിചാരത്തിൽ ചുമ്മാ കൊടുത്തിടുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ, അങ്ങനെ കൊടുത്തതാണ്. കൊടുത്തു കഴിഞ്ഞു. പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കോള് വന്നു, ഇൻ്റർവ്യൂവിൻ്റെ കോള് വന്നു. അതും ഞാൻ വിചാരിച്ചു ഇൻ്റർവ്യൂ കുഴപ്പമില്ല, പോയി അറ്റൻഡ് ചെയ്യാം. അങ്ങനെ ഞാൻ അവരെ വിളിച്ചു, ഫോൺ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അത് സെലക്ഷൻ ആയതിന് ശേഷം ഞാൻ അത് അറ്റൻഡ് ചെയ്തു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇത് കണക്ക് ഒരു വലിയ ഹോസ്പിറ്റലാണ്. ഇപ്പോൾ ഖത്തറിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം, ഇമാദി അല്ലഹലി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലൊക്കെ ജോലി കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാർ അവിടെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഇൻ്റർവ്യൂ എന്ന് വന്നപ്പോൾ തന്നെ എന്ന് പറഞ്ഞപ്പം ഒരുപാട് സന്തോഷം. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവ് എനിക്ക് ഇൻ്റർവ്യൂ വിളിച്ചിട്ടുണ്ട്, ഞാൻ എന്തായാലും പോയി അറ്റൻഡ് ചെയ്യുക, കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല, ഞാൻ എന്തായാലും പോവുകയാണ്, എൻ്റെ കൂടെ വന്നേക്കണേന്ന് പറഞ്ഞു. കിട്ടിയാൽ ലക്ക്, കിട്ടിയില്ലെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല, എന്നാന്ന് നോക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അവിടെ ചെന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, ഇൻ്റർവ്യൂവിന് കയറി. ആദ്യത്തെ 2 റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞിറങ്ങി. അവരൊന്നും പറഞ്ഞില്ല, പൊക്കോ, പിന്നെ അവരറിയിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കറക്റ്റായിട്ട് ഈ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ അവിടെ ഇൻ്റർവ്യൂ വിളിച്ചപ്പോൾ തൊട്ട് അവിടെ ജോയിൻ ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ എല്ലാം ഒരു ചൊവ്വാഴ്ചയായിരുന്നു എനിക്ക് അപ്ഡേറ്റ്സ് കിട്ടുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ കൂടുതലും ഡ്യൂട്ടിയിലിരിക്കുന്ന സമയത്ത്, അച്ഛൻ്റെ പ്രാർത്ഥന ധ്യാനമൊക്കെ കേൾക്കുന്നത് ഡ്യൂട്ടിക്ക് ഇരിക്കുന്ന ടൈമിലായിരിക്കും. ഹെഡ്സെറ്റ് വെച്ച് അവിടെ ഇരുന്ന് കേൾക്കത്തേ ഉള്ളൂ, കേട്ട് പ്രാർത്ഥിക്കാറാണ് പതിവ്. അപ്പോൾ ഈ പ്രാർത്ഥന ഞാൻ ധ്യാനം കൂടി കഴിയുന്ന സമയത്തൊക്കെ ആയിരിക്കും എനിക്ക് കൂടുതലും അപ്ഡേറ്റ്സ് കിട്ടാറുള്ളത്. ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എനിക്ക് സെലക്ഷൻ്റെ അപ്ഡേറ്റ്സ് കിട്ടിയത് ചൊവ്വാഴ്ചയാണ്. എല്ലാം കറക്റ്റ് ചൊവ്വാഴ്ചയായിരുന്നു എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് മാതാവ് തരുന്നൊരു മുന്നറിയിപ്പായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ എനിക്ക്, അതായത് അവിടെ സെലക്ഷനായി, അവിടെ ഒരു 4 റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് സെലക്ഷനായി എന്ന് ഉറപ്പായപ്പം അത് കിട്ടാൻ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. എനിക്ക് 80% ആയിരുന്നു എൻ്റെ ഗ്രേഡ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ആ 80% ഗ്രേഡിലൊക്കെ അവരെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, അത്രയും വലിയൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അത് കാരണം തന്നെ
അവിടെ ഞാനെന്തെങ്കിലും ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ വട്ടവും ഇൻ്റർവ്യൂവിന് ചെന്നതും ഇരുന്നതും എല്ലാം ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് എന്നെ HR വിളിച്ചിട്ട് പറഞ്ഞു, ലക്ഷ്മി സെലക്ട് ആയിട്ടുണ്ട്, ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട്, ഇനി ബാക്കി ജോയിനിങ്ങിൻ്റെ കാര്യങ്ങൾ, വിസ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണെന്ന്. അപ്പം വിസ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അവർക്ക് ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് NOC സർട്ടിഫിക്കറ്റ് കിട്ടണം. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്നെ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് പക്ഷേ ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിക്കാർ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ലക്ഷ്മി റിസിഗ്നേഷൻ റീകോൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വിസ ക്യാൻസൽ ചെയ്യും, വിസ ക്യാൻസൽ ചെയ്ത് നിന്നെ നാട്ടിൽ വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വിസ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ച് പിന്നെ ഖത്തറിലോട്ട് പോകാൻ, കാരണം വിസ കിട്ടാൻ ഭയങ്കര പാടാണ്. അവിടെ ഹിന്ദുസിന് പ്രത്യേകിച്ചും തീരെ വിസ കിട്ടുന്നില്ല ഇപ്പം. അപ്പോൾ അമ്മ അനിയത്തി അവിടെ ഖത്തറിലും, എനിക്ക് ഇവിടെ നാട്ടിൽ വന്ന് നിൽക്കേണ്ടിയും വരും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലി നോക്കി അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പോൾ എൻ്റെ മുമ്പിൽ ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വിസ അല്ലാതെ റിസിഗ്നേഷൻ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റെസിഗ്നേഷൻ ക്യാൻസൽ ചെയ്യണമെന്നുള്ളൊരു പ്രഷർ എനിക്ക് മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിലുണ്ട്. പക്ഷെ അത് ഞാൻ ചെയ്തില്ല. അത് ചെയ്യണമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പക്ഷെ മാതാവിനോട് വന്ന് പറയാറുണ്ടായിരുന്നു, ഇതിപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ, റെസിഗ്നേഷൻ ക്യാൻസൽ ചെയ്യണോ അതോ ഇങ്ങനെ തന്നെ പോകണോ? അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയണ്ടായിരുന്നു, ഒന്നും ചെയ്യണ്ട, അതങ്ങനെ വിട്ടേക്കെ. ഞാൻ തന്നെ പറഞ്ഞു, ഓക്കെ എന്താണെന്ന് വെച്ചാൽ വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പം നീ ജോലി പോവുകയാണെന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ തീരുമാനം അതായിരിക്കും, നാട്ടിൽ വരണം, നാട്ടിൽ വന്ന് വേറെ കണ്ടുപിടിക്കണം എന്നായിരിക്കും. അപ്പോൾ അതങ്ങനെ ആണെങ്കിൽ അങ്ങനെ തന്നെ പൊക്കോട്ടെ, കുഴപ്പമില്ല. അതല്ല ഇനി ഇത് കിട്ടാനാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന്. കറക്റ്റ് ഞാൻ റെസിഗ്നേഷൻ കൊടുത്തു. അതിന് മുമ്പ് കൊടുത്ത എൻ്റെ സാറ് 12 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്ന സാറാ. പുള്ളി റെസിഗ്നേഷൻ കൊടുത്ത ആളുടെ വിസ ക്യാൻസൽ ചെയ്ത് ഇവർ നാട്ടിൽ വിട്ട്. അപ്പോൾ കുറച്ച് ടെൻഷനായി. എന്നാലും ഞാൻ വിചാരിച്ച് വരുന്നിടത്ത് വെച്ച് കാണാം, എന്തായാലും ഞാൻ റെസിഗ്നേഷൻ റീകോൾ ചെയ്യില്ല. ഞാൻ ലേബറിൽ എന്തായാലും അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ശേഷം എൻ്റെ കൂടെ തന്നെ പിന്നെ റെസിഗ്നേഷൻ കൊടുത്ത 2-3 പേരുണ്ടായിരുന്നു. അവർ ഞാൻ ഇറങ്ങിയതിന് ശേഷമാണ് അവരുടെയും വിസ ക്യാൻസൽ ചെയ്ത് ഞങ്ങളുടെ കമ്പനി വിട്ടത്. അവർ നോർമലി അങ്ങനെ ചെയ്യുന്നത്, വിസ ക്യാൻസൽ ചെയ്ത് വിടുകയേ ചെയ്യുള്ളൂ. പക്ഷേ എൻ്റെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ലേബർ ഇടപെട്ടു. അതായത് എനിക്ക് അപ്രൂവായി, എൻ്റെ വിസ അപ്പുറത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ചായി. അതെങ്ങനെ സംഭവിച്ചെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ലേബറിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഓൾറെഡി 2 വട്ടം റിജക്റ്റ് ആയ വിസ ഓട്ടോമാറ്റിക്കായിട്ട് ലേബർ ത്രൂ മറ്റേ ഹോസ്പിറ്റലിലേക്ക് അപ്രൂവായി. അത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിലെ മാനേജ്മെൻറ്റ് പോലും അറിഞ്ഞിട്ടില്ല. കാരണം നോട്ടിഫിക്കേഷൻ വരും, നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇവർ റിജക്ഷൻ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഈ നോട്ടിഫിക്കേഷൻ അവർക്കും വന്നില്ല, എനിക്കും വന്നില്ല. ഞാനും അറിഞ്ഞില്ല കേട്ടോ, എനിക്കത് അപ്രൂവ് ആയെന്നോ വിസ ചേഞ്ച് ആയെന്നോ എനിക്ക് അങ്ങോട്ട് പോകാമെന്നുള്ള കാര്യമൊന്നും ഞാനും ആദ്യം കുറേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഒരു കൂട്ടുകാർ വന്നിട്ട് പറഞ്ഞു, ചുമ്മാ നീ മെത്രാഷിലൊന്ന് നോക്കി നോക്കുക, ചിലപ്പോൾ എന്തെങ്കിലും മാറിയിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെത്രാഷ് ഓപ്പൺ ആക്കിയപ്പോഴാണ് കാണുന്നത് എൻ്റെ വിസ ഓൾറെഡി അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞു, ചേഞ്ച് ആയി കഴിഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ വന്നു, ഇവരുടെ അടുത്ത് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഓക്കെ എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, ഇനി എൻ്റെ കമ്പനിക്ക് എൻ്റെ വിസ ക്യാൻസൽ ചെയ്യാനും ഒക്കത്തില്ല. അതൊരു വലിയ അത്ഭുതമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു മിറാക്കിൾ തന്നെയാണ്. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു, ഇതെന്താ ചെയ്തേ, ഇനി ലേബറിൽ അങ്ങോട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ, അങ്ങനെ എങ്ങനെ ഇത് ചെയ്തേന്നുള്ള കാര്യം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ദൈവം ഇടപെട്ട്, ദൈവമാണ് ശരിക്കും പറഞ്ഞാൽ അത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തന്നത്. കാരണം ഞാൻ പോലും അറിഞ്ഞിട്ടില്ല അത് മാറി എന്നുള്ള കാര്യം. അങ്ങനെ ആ ഒരു ചേഞ്ച്, അത് അവിടുത്തെ ഒരു ജോലി, അതെനിക്ക് ദൈവം തന്നതാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മെറിറ്റിൽ കിട്ടിയതല്ല, ദൈവത്തിൻ്റെ ഗ്രേസിൽ എനിക്ക് കിട്ടിയതാണ് ആ ജോലി. അതിനുശേഷം പിന്നെ എൻ്റെ ഹോസ്പിറ്റലുകാരാണെങ്കിൽ പോലും അവരൊരു പ്രശ്നം ഉണ്ടാക്കാതെ ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ സെറ്റിൽമെൻറ്റും എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും എല്ലാം എനിക്ക് തന്നു. ഞാൻ പോലും അത്ഭുതപ്പെട്ടു, ഇവരെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. എനിക്ക് ഗിഫ്റ്റ് വരെ തന്നിട്ട് എന്നെ അവരവിടുന്ന് വിട്ടത്. അത്രയും സ്നേഹത്തോടെ അവരെന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടത്. പിന്നെ അതൊരു അത്ഭുതമായിരുന്നു. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കാര്യം എന്ന് വെച്ചാൽ, അവളുടെ ഹസ്ബൻഡിന് നാട്ടിലൊരു വസ്തു റിലേറ്റഡ് ആയിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിട്ട് കുറച്ച് പേര് തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ എന്തോ ഒരു സീനുണ്ടായി. പുള്ളിയുടെ ഹസ്ബൻഡിന് ഒരു 2 ആഴ്ചയായിട്ട് കാണാനുണ്ടായിരുന്നില്ല. അതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ട് അവളെ വിളിച്ച് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഇത് കണക്ക് എൻ്റെ ഹസ്ബൻഡിനെ 2 ആഴ്ചയായിട്ട് കാണാനില്ല ലക്ഷ്മി, എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ ഇവളുടെ അടുത്ത്, അവൾ ക്രിസ്ത്യാനിയാണ്, അപ്പം ഞാൻ പ്രാർത്ഥന ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്, നിൻ്റെ ഹസ്ബൻഡിന് നിനക്ക് പെട്ടെന്ന് തിരിച്ച് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിയും ഫലം നീ പ്രാർത്ഥിച്ചാല, നീ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും, അതുകൊണ്ട് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും കൂടി ഇരുന്ന് അന്നത്തെ ദിവസം പ്രത്യക്ഷീകരണം ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ചു. 33 വട്ടം ഞങ്ങളത് ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ എന്നിട്ട് അവളുടെ അടുത്ത് പറഞ്ഞു, നീ പേടിക്കണ്ട, ഇന്ന് തന്നെ എന്തെങ്കിലും ഒരു വിവരം പുള്ളിയെക്കുറിച്ച് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ആദ്യം വിശ്വസിച്ചില്ല, പറഞ്ഞ് 2 ആഴ്ചയായിട്ട് ഒരു വിവരവും ഇല്ല, പോലീസുകാർ തിരയാവുന്നിടത്തെല്ലാം തിരഞ്ഞു, ഇനി ഇപ്പം ഈ ഒരു ദിവസം കൊണ്ട് എന്നെ അറിയാനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്തായാലും നീ വെയിറ്റ് ചെയ്യ്, നമുക്ക് പ്രാർത്ഥിക്കാം, നടക്കുമെന്ന് പറഞ്ഞു. കറക്റ്റായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച്, ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ്, നാണം കിടത്തരുത്, ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ്, അവരുടെ മുമ്പ് ഇനി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് എന്നിട്ട് കിട്ടിയില്ലെന്ന് പറയുമ്പോൾ നാണക്കേടാവുമല്ലോ. ഞാൻ പറഞ്ഞു, നാണം കിടത്തില്ല, ഒന്ന് ഇടപെട്ടേക്കണമെന്ന് പറഞ്ഞ്. അതിന് ഞങ്ങൾ പ്രാർത്ഥിച്ച് കറക്റ്റ് ഞാൻ പ്രാർത്ഥിച്ച് എഴുന്നേറ്റപ്പോൾ തന്നെ സൈന എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലക്ഷ്മി നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട്, പുള്ളിയെ ഒരു വിവരം കിട്ടുമെന്ന് നീ എന്നോട് പറഞ്ഞു, പക്ഷേ വിവരമല്ല, ആളെ
തന്നെ കിട്ടി. ആളിപ്പോൾ വീട്ടിൽ വന്ന് പോലീസുകാർ വീട്ടിൽ കൊണ്ടുവിട്ട് ആൾക്ക് ഒരു കുഴപ്പമില്ല, എല്ലാം സേഫായിട്ട് കിട്ടിയെന്ന്. അതൊരു വലിയ സാക്ഷ്യമാണ്. അപ്പം എൻ്റെ ലൈഫിൽ അങ്ങനെ കുറേ ചെറിയ ചെറിയ ബ്ലെസ്സിങ്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് അവരിവിടെ ഒന്ന് സാക്ഷ്യം പറയും. അവരിപ്പം ദുബായിലാണുള്ളത്. അപ്പോൾ അത് വരുന്ന സമയത്ത് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയും. അപ്പം എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട്. ഞാൻ പിന്നെ കൂടുതലും ഈ പ്രെയറിലേക്ക് അടുത്തതിന് ശേഷം എനിക്ക് വലിയ വലിയ കാര്യങ്ങളിലൊന്നും അങ്ങനെ വലിയ ടെൻഷനില്ല. അതെന്താണെന്ന് വെച്ചാൽ ദൈവം നടത്തിക്കോളൂ എന്നുള്ള രീതിയാണ്. പക്ഷേ ചെറിയ കാര്യങ്ങൾക്കുണ്ട് കേട്ടോ. ഇപ്പം ജോലിക്ക് വന്ന സമയത്ത് ബസ്സൊക്കെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അതല്ലാതെ എൻ്റെ ലൈഫിൽ വലിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ഒട്ടും ബോധേടേ അല്ല. കാരണം അത് ദൈവം നോക്കിക്കോളും. ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് നടക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് പോകുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഇന്ന് ഞാൻ കാരണം ഒരാളും വേദനിക്കാൻ ഇടവരുത്തരുത്, എന്നെ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. തിരിച്ച് ഞാൻ വന്നിട്ട് പ്രാർത്ഥിക്കുന്നതും ഇന്നത്തെ ദിവസം ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി പോയിട്ടുണ്ടെങ്കിൽ അത് നീ പൊറുക്കണേ, പിന്നീട് ഒരിക്കലും അത് ഞാൻ ചെയ്യാൻ ഇടവരുത്തരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ എനിക്ക് ഇന്നത് വേണം, എനിക്ക് ഇന്നത് തരണേ. പക്ഷെ ഞാൻ ആഗ്രഹങ്ങളൊക്കെ പറയും കേട്ടോ. എനിക്കിതെൻ്റെ ആഗ്രഹമാണ്, ഇത് നടത്തിത്തരാൻ പറ്റുമെങ്കിൽ തായോ, ഇല്ലെങ്കിൽ വിട്ടേക്ക് എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കാറുണ്ട്. എന്നാലും അമ്മയുടെ അടുത്ത് ഞാൻ എങ്ങനെയാണെന്നോ പറയുന്നത് അതുപോലെ തന്നെ ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ നോർമലി ഇപ്പം ഞാൻ എൻ്റെ കുമാരി എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്തായാലും അപ്പയുടെ അടുത്തായാലും പറയുന്നത് ഇന്നതാണ്, ഇന്നത്തെ ദിവസം ഇന്ന കാര്യങ്ങളൊക്കെ നടന്ന്, അപ്പോൾ ഈ നടന്നതിനകത്ത് ഈ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നാളെ അത് നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, അങ്ങനെയൊക്കെ ഞാൻ സംസാരിക്കുന്നത്. ഭയങ്കര നോർമലായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അങ്ങനെ ഒരു പ്രാർത്ഥന എന്നുള്ള രീതിയെക്കാട്ടി ഉപരി ആ ഒരു ബന്ധത്തിലാണ് സംസാരിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പോൾ ഒരു ദിവസം അച്ഛൻ പറഞ്ഞ് മാതാവിൻ്റെ സാന്നിധ്യം അറിയെങ്കിൽ നമ്മൾ മഴവില്ല് കാണും, അല്ലെങ്കിൽ മുല്ലപ്പൂൻ്റെ മണം കിട്ടും എന്നൊക്കെ പറഞ്ഞ്. അത് ഞാനിങ്ങനെ ധ്യാനം കേട്ടോണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ്, എന്നാലും എൻ്റെ അച്ഛാ ഈ ഖത്തറിൽ ഞാൻ എവിടെ പോയി മഴവില്ല് കാണാനാ? ഇപ്പം ഇനിയിപ്പോൾ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ എങ്ങനെ അറിയും? മഴവില്ല് കാണണമെങ്കിൽ മഴ പോലും പെയ്യാത്ത നാട്ടിൽ ഞാൻ എവിടെ പോയി മഴവില്ല് കാണാനാന്നിങ്ങനെ ചിന്തിച്ച്. അങ്ങനെ പറഞ്ഞ് അന്ന് പോയി. പിറ്റേ ദിവസം കറക്റ്റായിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ ഞാൻ ആ വിബ്ജിയോർ കറക്റ്റായിട്ട് ആ കളേഴ്സ് ഫുള്ളായിട്ട് ഞാൻ അവിടെ കണ്ട്. ആ കളർ ഞാൻ മഴവിൽ കണ്ടിട്ടാണ് അന്ന് ഡ്യൂട്ടിക്ക് കയറുന്നത്, അതും ഹോസ്പിറ്റലിനകത്ത്. അപ്പം മാതാവ് കൂടെ ഉണ്ടെന്ന് തെളിയിക്കാൻ എനിക്ക് ആകാശത്ത് മഴവിൽ കാണേണ്ടി വന്നില്ല. പിന്നെ അന്ന് തൊട്ട് ഇന്ന് ഇവിടെ ഞാൻ വരുന്നത് വരെ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ എങ്ങനെ പോയാലും ആ ഖത്തറിൽ എവിടെയെങ്കിലും ഞാൻ മഴവിൽ കാണാറുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ പറയും, ദൈവം എൻ്റെ കൂടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് ആ മഴവിൽ കാണാറുണ്ട്. അത് എവിടെയെങ്കിലും എനിക്കത് ഒരു റിഫ്ലക്ഷൻ പോലെ കാണിച്ചു തരാറുണ്ട്. അപ്പം എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന എന്ന് വെച്ചാൽ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന ലൂക്കയുടെ 18-27 ആ വചനം ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്യൂട്ടിക്ക് കയറുമ്പോഴായാലും അത് എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ തന്നെ എൻ്റെ അനുഭവങ്ങൾ. കൂടുതലും ദൈവത്തെ അടുത്തറിയാൻ നോക്കുക, അല്ലാതെ നമ്മുടെ ഒരു ആവശ്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ദൈവത്തെ പ്രാർത്ഥിക്കാതിരിക്കുക. കൂടുതലും കാരുണ്യ പ്രവർത്തികളായിട്ടെന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് മറ്റൊരാൾ അറിയരുതെന്ന് പറയത്തില്ല. എൻ്റെ അമ്മയ്ക്ക് പോലും അറിയത്തില്ല ഞാൻ എന്നൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഞാൻ അവിടെ ഖത്തറിൽ തന്നെ ഒരു ക്യാൻസർ സെൻറ്ററിൽ പൈസ കൊടുക്കാറുണ്ട്. എനിക്ക് സാലറി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കാശ് കൊടുക്കാറുണ്ട്. അത് നമുക്ക് അവിടെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഓൺലൈൻ വഴി പൈസ കൊടുക്കാറുണ്ട്. പിന്നെ നാട്ടിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഇവിടെ ഒരു കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യാറുള്ളത്. ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട് ഒരു കൊച്ചിനെ ദത്തെടുത്ത് പഠിപ്പിക്കണമെന്ന്. അതും മാതാവ് സഹായിച്ച ഉടനെ തന്നെ ചെയ്യും. ഇതെൻ്റെ ഇളയ മകൾ ഐശ്വര്യ. ഈ മകൾക്ക് കിട്ടിയ സാക്ഷ്യം ആ മകൾ തന്നെ. ആദ്യം തന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി അമ്മ മാതാവിനും ഈശോപ്പായ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഐശ്വര്യ, ഞാനും ഖത്തറിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ആദ്യം പറയാനുള്ളത് എൻ്റെ ജോലിയുടെ കാര്യമാണ്. ഞാൻ ഖത്തറിൽ പോയിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഒരു വർഷം ഞാൻ അവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഞാനൊരു അക്കൗണ്ടൻ്റാണ്. പക്ഷേ ഞാൻ ആ ഫീൽഡിലല്ലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊരു റേഡിയോളജി അൾട്രാസൗണ്ടിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പഠിച്ച ഫീൽഡേ അല്ല ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ജോലി നഷ്ടപ്പെട്ട്. അപ്പോൾ ആ സമയത്ത് അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയുടെ കൂടെ, ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല, ഞാൻ ജസ്റ്റ് അമ്മയുടെ കൂടെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ചേച്ചി പറഞ്ഞ കണക്ക് ഞാനും ചേച്ചിയും ഒരുമിച്ചായിരുന്നു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ പണ്ട് തൊട്ടേ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഹിന്ദുക്കളാണ്. അപ്പോൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഞങ്ങൾ മെഴുകുതിരി അന്ന് തൊട്ടേ ഈശോപ്പായാലും അമ്മ മാതാവിലും മെഴുകുതിരി കത്തിക്കുമായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ പ്രാർത്ഥനയൊക്കെ അറിയാമായിരുന്നു. അപ്പം അമ്മ ഇവിടെ ഉടമ്പടി എടുത്ത സമയത്ത് ഞാനും ചേച്ചി ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലായിരുന്നു, ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന സമയം, അപ്പോൾ 2-3 മാസമായി എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല. അപ്പം അമ്മ ഇങ്ങനെ, ഞാൻ അമ്മയുടെ അടുത്ത് അങ്ങോട്ടാണ് പറഞ്ഞു, അമ്മ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുക,
എനിക്കിങ്ങനെ തോന്നി, എന്തോ എടുക്കാൻ തോന്നി. അപ്പം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ ഞാനും ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നു. അമ്മ ഒരിക്കലും പ്രഷർ ചെയ്തിട്ടില്ല. ഞാനായിട്ട് തോന്നി, ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ എന്തോ നിയോഗം വെക്കണ്ടേ, എന്താ വെക്കണ്ടേന്നൊരു പിടി കിട്ടുന്നില്ല. അപ്പം അമ്മയുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവിടുത്തെ മിലിറ്ററി അല്ലെങ്കിൽ ഒരു മിനിസ്ട്രി ഹോസ്പിറ്റലിൽ ജോലി വേണം എൻ്റെ മക്കൾക്ക് ആർക്കെങ്കിലും. അപ്പം അതൊന്നും നമ്മളെ കൊണ്ട് നടക്കത്തില്ല. കാരണം ഖത്തറ ഇപ്പോൾ കൂടുതലും ഖത്തറീസിനാണ് മിലിറ്ററി അല്ലെങ്കിൽ മിനിസ്ട്രിയിൽ ജോലി കിട്ടുന്നത്. അപ്പം അമ്മയുടെ ഒരു ആഗ്രഹമല്ലേന്ന് വെച്ചിട്ട് ഞാൻ ചുമ്മാ എഴുതി. എനിക്കറിയാം എന്തായാലും എൻ്റെ ചേച്ചി ഞങ്ങളെക്കാട്ടി മുമ്പ് 1 വർഷം മുമ്പേ പോയതാണ്. പിന്നെ അവിടെ കുറേ പേരെ അറിയാം. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ അവർക്ക് ആർക്കും അവിടെ നിന്നൊരു കോളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പോയ എനിക്കെങ്ങനെ കിട്ടാനാ? അപ്പം ഞാൻ അമ്മയുടെ ഒരു ആഗ്രഹമില്ല ചുമ്മാ എഴുതി, മാതാവേ മിലിറ്ററി അല്ലെങ്കിൽ ഒരു മിനിസ്ട്രി ഹോസ്പിറ്റലിൽ ജോലി, ചുമ്മാ എഴുതി വെച്ചതാ. ഞാൻ ഓൺലൈൻ ഉടമ്പടി ആ നിയോഗം എഴുതി തീർന്ന ഉടനെ എനിക്കൊരു കോള് വന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. അവരെന്തൊക്കെയോ ഇംഗ്ലീഷിൽ പറയുന്നത്, ഞാൻ എന്തൊക്കെയോ പറയുന്നു തിരിച്ച്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ എന്തോ പറഞ്ഞ്, പക്ഷേ അത് ഇൻ്റർവ്യൂ ആണെന്നുള്ള എന്തോ മനസ്സിലായി. ഞാൻ വീട്ടിൽ പറഞ്ഞില്ല, കാരണം എനിക്ക് കിട്ടത്തില്ലെന്ന് ഉറപ്പായിരുന്നു. എവിടുന്നാണ് വിളിച്ചതെന്ന് പോലും എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ ആ സമയത്ത് ജോലി നോക്കിക്കൊണ്ട് കിടക്കുക, കാരണം എനിക്ക് ജോലിയില്ല. അപ്പം ഞാൻ ഉച്ചയ്ക്ക് വേറൊരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂവിന് ഇങ്ങനെ പോയപ്പം എനിക്ക് ഇതേ കണക്ക് വീണ്ടും ആ നമ്പറിൽ നിന്ന് കോള് വന്ന്. അപ്പോൾ കോള് വന്നപ്പോൾ അവർ പറഞ്ഞ് ഐശ്വര്യ ഫോൺ ഇൻ്റർവ്യൂ പാസ്സായി, ഇനി ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഇങ്ങനെ മിലിറ്ററി ഹോസ്പിറ്റലിനാന്ന് പറഞ്ഞ്. എനിക്കപ്പം തോന്നി ഞാൻ കേട്ടതിൻ്റെ കുഴപ്പം, മിലിറ്ററി എന്നെ വിളിക്കാനോ, മിലിറ്ററിന്ന് വിളിക്കുമെന്നൊരു പ്രതീക്ഷയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ചുമ്മാ ഞാനിങ്ങനെ നിയോഗത്തിലും ചുമ്മാ മിലിറ്ററിന്ന് എഴുതി വെച്ചതാണ്. അപ്പം ഞാൻ വിചാരിച്ചില്ല എന്നെ വിളിക്കാൻ ഒരു സാധ്യതയില്ല. ഞാൻ പറഞ്ഞു ഞാൻ കേട്ടതിൻ്റെ കുഴപ്പമായിരിക്കും, അമ്മ വേറെ എവിടുന്നോ വിളിച്ച് മെയിൽ വരട്ടെ നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ്. മെയിൽ വന്നപ്പോൾ സൂക്ഷം പോലെ മിലിറ്ററിയിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ച്. എനിക്കറിയത്തില്ല എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും എനിക്ക് എന്തോ ഭയങ്കര സന്തോഷമായി. കാരണം അമ്മ പറഞ്ഞ ഒരു കാര്യത്തിന് ഞാൻ ചുമ്മാ എഴുതി വെച്ചത് അത്. അപ്പം ഒരു കോള് ഇന്നേ വരെ ഇത്രയും നാൾ അവിടെ നിന്നിട്ട് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം, ഒരു കോള് ഇൻ്റർവ്യൂവിനായാലും ഒരു കോള് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോഴേ ഞാൻ വിചാരിച്ചു ജോലി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ശരി, ഞാനിത് എൻ്റെ അമ്മയുടെ അടുത്ത് നിയോഗം സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ അത് കിട്ടിയത് എനിക്ക് ഉറപ്പാണ്. എന്നുവെച്ചാൽ ഞാൻ എഴുതി വെച്ച അന്നേ ദിവസം ഇത് ഇത്രയും നടക്കുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം. ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്, പക്ഷെ പിന്നൊന്നും എനിക്ക് വന്നില്ല. പക്ഷെ ഞാനത് അമ്മയ്ക്ക് തന്നെ വിട്ടുകൊടുത്തു. കാരണം അത് അമ്മയായിട്ട് തന്ന കോള. ചിലപ്പോൾ എനിക്ക് അതിലേക്ക് കൂടുതൽ അടുക്കാനായിരിക്കും, എനിക്കറിയത്തില്ല. അതെന്തായാലും ഞാൻ അമ്മയ്ക്ക് തന്നെ വിട്ടുകൊടുത്ത്, അത് കിട്ടിയാലും ഇനി കിട്ടിയില്ലെങ്കിൽ അത് അമ്മയുടെ ഹിതം എന്താണ് അതുപോലെ മുന്നോട്ട് പോട്ടെ എന്ന് വെച്ച്. പിന്നെ എനിക്ക് ജോലിയൊന്നും ആയില്ല. ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഫെബ്രുവരി 27, 2025 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ അച്ഛനെ കണ്ടായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിനു ശേഷം എനിക്ക് അതിന് വലിയൊരു അനുഗ്രഹം കിട്ടി. ഞാൻ അക്കൗണ്ടൻ്റാണ്, പക്ഷേ എൻ്റെ ഫീൽഡിൽ ഇന്നേ വരെ എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. 1.5 വർഷമായി ഞാനിപ്പോൾ അവിടെ ചെന്നിട്ട്. ഇന്നേ വരെ ഞാൻ റേഡിയോളജിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അക്കൗണ്ടൻ്റാ, നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു പോകും ചെയ്യാതിരുന്ന. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ പഠിച്ച കാര്യം ഞാൻ എന്തോ ചെയ്യുന്നു, അപ്പോൾ പഠിച്ച ഫീൽഡെല്ലാം വിട്ടു പോവുകയാണല്ലോ എന്ന്. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ്റെ അനുഗ്രഹം കിട്ടിപ്പോയി. ഞാൻ പഠിച്ച ഫീൽഡിൽ ഇപ്പം ഞാനൊരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുക. അതിനെനിക്ക് എൻ്റെ അമ്മ മാധവനോട് യേശോപ്പയോട് ഒത്തിരി നന്ദിയുണ്ട്. കാരണം അമ്മയുടെ അപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ എനിക്ക് അക്കൗണ്ടൻ്റായിട്ട് എന്നൊരു ജോലി കിട്ടിയത്. അതിനെനിക്ക് അമ്മയുടെ അപ്പനോട് ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് PCOD അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 5-6 മാസം ഇങ്ങനെ പീരീഡ്സ് കറക്റ്റ് അല്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ എനിക്ക് PCOD കൂടുതലാണെന്നാണ് പറഞ്ഞ്, മരുന്ന് എടുക്കണമെന്ന് പറഞ്ഞു, ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. ഞാനപ്പോൾ ആ സമയത്ത് അമ്മയുടെ അസുഖം വന്ന്, അപ്പോൾ ഞാനത് മൈൻഡ് ചെയ്തില്ല. പിന്നെ അമ്മ ഉടമ്പടി എടുത്തിട്ട് വന്ന്, അപ്പം ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടില്ല, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ്, പൊടി നീ അത് കൊണ്ട് കാണിക്കണം, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്, കാരണം PCOD ഇങ്ങനെ. അപ്പോൾ ഇന്ന് എനിക്ക് പീരീഡ്സ് ആയിട്ടില്ല. അപ്പം തന്നെ ഒരു 5-6 മാസം കഴിഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ഈ ഒരു മാസം നവംബർ ടൈമാണ്. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഈ ഒരു മാസം ഞാൻ എന്തായാലും ഈ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അമ്മ മാതാവിനോടും പോയി പറഞ്ഞ്, മാതാവേ എനിക്ക് ഈ ഒരു മാസം, ഈ നവംബർ മാസം തീരുന്നതിന് മുമ്പ് എനിക്ക് പീരീഡ്സ് ആക്കി തരണേ. എനിക്ക് പോയി മരുന്ന് മേടിച്ച് കഴിക്കാനൊന്നും വയ്യ. ഇനി PCODയുടെ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് പോയി കഴിക്കാനൊന്നും വയ്യ. എനിക്ക് ഈ മാസത്തിൽ തന്നെ പീരീഡ്സ് ആക്കി തരണേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം വെച്ച് വയറ്റി കുരിശ് വരയ്ക്കുമായിരുന്നു.
അങ്ങനെ നവംബർ 30 ആ മാസം തീരാറായി. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞ്, പൊടി നീ പോയി മരുന്ന് മേടിക്കണം, ഈ മാസവും തീരാറായി, ഇങ്ങനെ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഇന്ന് ഈ ഒരു ദിവസവും കൂടി ഇല്ലേ, നാളെ ആവട്ടെ ഞാൻ പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വീണ്ടും പോയി പറഞ്ഞു, മാതാവേ ഈ ഒരു ദിവസവും കൂടെ ഉള്ളൂ, ഞാൻ പറഞ്ഞതാ ഈ ഒരു മാസത്തിനകത്ത് എനിക്ക് ആക്കി തരണം, എനിക്ക് പോയി മരുന്ന് മേടിക്കാൻ വയ്യ. എന്നിട്ട് ഞാൻ വീണ്ടും വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം വെച്ച് കുരിശ് വരച്ച് സൂക്ഷം പോലെ എനിക്ക് ആ ദിവസം തന്നെ എനിക്ക് മാതാവ് പീരിയഡ്സ് ആക്കി തന്നു. പിന്നെ ഇന്നേ വരെ എനിക്കൊരു പ്രശ്നവും ഇല്ല. പിന്നെ എനിക്ക് ഭയങ്കര പെയിനായിരുന്നു, PCOD ആ ഇതായതുകൊണ്ട്. പക്ഷെ പിന്നെ എനിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു. എനിക്ക് അഥവാ പെയിൻ വരുന്ന സമയത്ത് ഞാൻ തൈലം പുരട്ടിയാൽ എനിക്ക് ആ പീരിയഡ്സിൻ്റെ കാര്യത്തിൽ പിന്നെ ഇതുവരെ എനിക്കൊരു പ്രശ്നം തന്നിട്ടില്ല. എനിക്കിപ്പോൾ ഒരു PCOD അസുഖവും ഇല്ല, ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടില്ല. അങ്ങനെ എനിക്ക് ഒരു വലിയ രോഗസൗഖ്യം തന്നിട്ടുണ്ട്. അതിന് എൻ്റെ അമ്മ മാതാവിനോട് യേശുപ്പായോട് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മയും എൻ്റെ അപ്പായും ചേച്ചി പറഞ്ഞ കണക്ക് തന്നെ എല്ലാം, ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ അമ്മ അപ്പായി ഞാൻ പോവുകയാണേ എന്ന് പറഞ്ഞിട്ടാണ് ഓരോ കാര്യത്തിന് എടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നിട്ടുള്ള എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ആൾക്കാരുടെ 3 പേരും കൂടെ ഒരുമിച്ച് വന്ന് സാക്ഷ്യം പറയണമെന്ന്. അപ്പോൾ അത് ആദ്യമായിട്ട് ഇങ്ങനെ 3 പേരും വന്ന് സാക്ഷ്യം പറയാൻ തന്നതിനെല്ലാം ഒത്തിരി നന്ദി. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് 3 ഭാഷയിലുള്ള പത്രങ്ങൾ കൊറിയർ വഴി അവിടെ ഖത്തറിൽ വരുത്തുന്നുണ്ട്. തമിഴ്, ഇംഗ്ലീഷ്, മലയാളം പത്രം 3 ഭാഷയിലെയും പത്രങ്ങൾ വരുത്തി ഖത്തറിൽ ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ സഞ്ചാരി മാതാവ് എന്ന് പറയുന്ന എനിക്കൊരു ഗ്രൂപ്പുണ്ട് ഇവിടെ നാട്ടിലെ. ആ ഗ്രൂപ്പ് വഴി ഞങ്ങൾ ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൂടെ തന്നെ ഒരുപാട് മക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് ആ ഗ്രൂപ്പ് വഴി ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അഖണ്ഡ ജപമാല ഗ്രൂപ്പ് ഞാൻ ഖത്തറിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ വന്ന് ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്തു. ഇനി ഇവിടുന്ന് ചെല്ലുമ്പോൾ തന്നെ ഖത്തറിൽ ആ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. ജപമാല വാങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാ മാസവും ഞങ്ങൾ അഖണ്ഡ ജപമാല ചെല്ലാറുണ്ട്, ഒരു സമ്പൂർണ്ണ ജപമാല ചെല്ലാറുണ്ട്. അതെല്ലാം ഈ സഞ്ചാരി ഗ്രൂപ്പ് വഴിയാണ്, മാതാവ് ഗ്രൂപ്പ് വഴിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഫുഡ് വിതരണം ഞാൻ നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ നേരിട്ട് തന്നെ പോയി രോഗികളെ കാണാറുണ്ട്, പത്രങ്ങൾ കൊടുക്കാറുണ്ട്. ആ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം നേരിട്ട് തന്നെ ചെയ്യാറുണ്ട്. ഞാൻ ഖത്തറിൽ നിൽക്കുന്ന സമയത്ത് ഞാനിവിടെ ഗ്രൂപ്പ് വഴി പൈസ അയച്ചു കൊടുത്ത്, ഫുഡിനുള്ള പൈസ അയച്ചു കൊടുത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ആത്മീയതയിൽ കൂടുതൽ വളരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നേരത്തെ ഒന്നും ബൈബിൾ വായിക്കാൻ എനിക്ക് സത്യത്തിൽ ഞാൻ എൻ്റെ ഭർത്താവ് മരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഭർത്താവ് മരിക്കുന്നത്. പക്ഷേ ബൈബിളിനെ പറ്റി എനിക്കൊന്നും അറിയില്ല, അതിനകത്ത് വചനങ്ങൾ എന്തെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇതിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് ഈ ഓരോ അധ്യായവും വായിക്കുമ്പോഴും നമുക്ക് ആ അതിനകത്തെ പ്രധാനപ്പെട്ട വചനങ്ങൾ അപ്പം തന്നെ എനിക്ക് മനസ്സിൽ പതിയാറുണ്ട്. അപ്പം അതിലൂടെ ഒത്തിരി ആത്മീയതയിൽ എനിക്ക് വളരാൻ പറ്റി. പിന്നെ പ്രാർത്ഥനയിലൊക്കെ ഞങ്ങൾ കറക്റ്റായിട്ട് എല്ലാ പ്രാർത്ഥനകളും നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം സഹായിച്ചു തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോപ്പായ്ക്കും കോടാനുകോടി നന്ദിയുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടാ, ഞങ്ങൾ ഇവിടെ ഡാൻസ് സെൻറ്റർ നടത്തിക്കൊണ്ടിരുന്നത് കേട്ടോ. ഞങ്ങളിവിടെ ഡാൻസ് ഞങ്ങളിവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം ഞങ്ങൾ ചേച്ചി ആദ്യം മസ്കറ്റിലാണ് പോയത്. അപ്പോൾ ചേച്ചി 6 വർഷമായിട്ട് ഡാൻസ് നിർത്തി വെച്ചിരുന്നത്. അപ്പം ഞാനും പോയപ്പം ഡാൻസ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഇത്രയും പഠിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. കാരണം പഠിച്ചല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് പോവുമല്ലേ ചെയ്യാതിരിക്കുമ്പോൾ. അപ്പോൾ അമ്മയ്ക്കും ഭയങ്കര സങ്കടമായിരുന്നു. അമ്മ മാതാവിൻ്റെ യേശുപ്പയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കിപ്പം അവിടെ ഡാൻസ് പ്രോഗ്രാംസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ പ്രോഗ്രാംസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരുവിധം ഞങ്ങളെ അവിടെ എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് ഇനി നവംബർ 6, നവംബർ 15, ഡിസംബർ 12 എല്ലാം ഞങ്ങൾക്ക് പ്രോഗ്രാം ബുക്കായി കിടക്കുക. അപ്പം ഇത്രയും വലിയ വലിയ സ്റ്റേജുകളാണ് ഞങ്ങൾക്കിപ്പോൾ പ്രോഗ്രാം തരുന്നതും. ഇപ്പം ഞങ്ങൾക്ക് ചെറിയ പേയ്മെൻറ്റും കിട്ടുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഡാൻസ് വീണ്ടും ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഈ അമ്മ മാതാവിൻ്റെ യേശുപ്പയുടെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ്. അപ്പം മാതാവിനും അപ്പായ്ക്കും ഒത്തിരി നന്ദിയുണ്ട്. ഞങ്ങളുടെ പ്രൊഫഷനോട് കൂടെ തന്നെ ഞങ്ങളുടെ കലയെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതിന്. അപ്പം ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും അപ്പായ്ക്കും കോടാനുകോടി നന്ദി. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 37-ാം അധ്യായം 26-ാം തിരുവചനം. സമാധാനത്തിൻ്റെ ഒരു ഉടമ്പടി അവരുമായി ഞാൻ ഉണ്ടാക്കും, അത് നിത്യമായ ഉടമ്പടിയായിരിക്കും. അവരെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അവരുടെ മധ്യേ എൻ്റെ ആലയം ഞാൻ എന്നേക്കും സ്ഥാപിക്കും. കുമാരി സിന്ധുവിൻ്റെയും മക്കൾ ലക്ഷ്മിയുടെയും ഐശ്വര്യയുടെയും വളരെ പ്രധാനപ്പെട്ടതും വളരെ ആധ്യാത്മികത നിറഞ്ഞതും വളരെ ശക്തമായതുമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ഇത്രയും നേരം ശ്രവിച്ചുകൊണ്ടിരുന്നത്. ഒരമ്മ മക്കളെ കൈപിടിച്ച് നടത്തുന്നത് പോലെ പരിശുദ്ധ അമ്മ ഈ മക്കളെ ഈശോയിലേക്ക് അടുപ്പിച്ചൊരു വലിയ സാക്ഷ്യമാണിത്.
ഈ മക്കൾക്കോ ഈ അമ്മയ്ക്കോ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ഞങ്ങൾ ഉടമ്പടിയിലായിരിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ചെറുപ്പം മുതൽ തന്നെ ഈശോയെയും പരിശുദ്ധ അമ്മയെയും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വചനം വായിക്കുന്നവരാണ്, ജപമാല ജപിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ ആവശ്യങ്ങളൊന്നുമില്ല. പക്ഷെ ഉടമ്പടി എടുത്തത് അവർക്ക് വലിയൊരു ഉറപ്പും ഒരു സംരക്ഷണവും സങ്കേതവുമൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഈ സാക്ഷ്യത്തിനെ പരിശുദ്ധ അമ്മ വളരെയധികം ഇടപെടുന്നത് അച്ഛനില്ലാത്ത ഈ മക്കൾക്ക് ഇവർ സ്വന്തം അപ്പനായി ഈശോയും സ്വന്തം അമ്മയായി പരിശുദ്ധ അമ്മയും ഇവർക്ക് മാറുന്ന ഒരു വലിയ വിസ്മയിപ്പിക്കുന്ന അത്ഭുതത്തിൻ്റെ ഒരു വിഷയമാണ് ഇവരിവിടെ നമ്മോട് പ്രസ്താവിച്ചത്. ജീവിതഭാരം കുറയ്ക്കുന്ന, നമുക്കറിയാം ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളും വളരെ ലഘുവായി സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമുക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു വലിയ ജീവിതാനുഭവം അവരുടെ വിവരിക്കുകയുണ്ടായി. സിന്ധുവിനുള്ള ഒരു വലിയ സാക്ഷ്യമായിരുന്നു. ഞങ്ങളുടെ വിധി നൽകാതെ 4 വർഷത്തോളം വളരെ വേദനിപ്പിച്ചിരുന്ന ഒരു വലിയ കേസ് അവർക്കുണ്ടായിരുന്നു, ഒരു ആക്സിഡൻറ്റ് കേസ്. ഉടമ്പടി എടുത്ത് ആദ്യത്തെ പുതുക്കലിൽ തന്നെ അവർക്കതിൻ്റെ വിധി വരികയും ഒരു നല്ലൊരു എമൗണ്ട് മണി അവർക്ക് ലഭിക്കുകയും ചെയ്തു. ഒരു വലിയ ആശ്വാസത്തിൻ്റെ അടയാളം പരിശുദ്ധ അമ്മ അവർക്ക് ഉടനെ ഉടമ്പടിയിലൂടെ നൽകുകയുണ്ടായി. അതുപോലെ തന്നെ ഖത്തറിൽ അവരുടെ മകളുടെ ID നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ, ഖത്തർ ID നഷ്ടപ്പെട്ടു. അത് കണ്ടെത്തിയത് കന്യാകുമാരി ട്രെയിനിലാണെന്നും അത് അവർ സഞ്ചരിക്കുന്ന എയർപോർട്ടിൽ വെച്ച് തന്നെ വളരെ അശ്രദ്ധനായ ഒരു ഖത്തർ ഇൻവിജിലേറ്റർ അതൊന്നും നോക്കാതെ തന്നെ അവരെ കടത്തിവിടുകയും ചെയ്ത അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ ഇതെങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഇതിങ്ങനെ എന്ന് തന്നെ നമുക്ക് ഉത്തരം പറയേണ്ടി വരും. കാരണം പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ സഞ്ചരിക്കുകയാണ്. മക്കൾ പറയുകയായിരുന്നു, ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോയോടും അമ്മയോട് ഞങ്ങൾ യാത്ര പറഞ്ഞു പോകാം. നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്, നമുക്ക് ഒരുമിച്ച് പോകാമെന്നാണ് ഈശോയോടും അമ്മയോടും പറയേണ്ടത്. കാരണം ഈശോയും അമ്മയും നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. ഉടമ്പടി അതാണ്, കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവത്തെ, കൂടെ സഞ്ചരിക്കുന്ന ഒരു അമ്മയാണ് നമുക്ക് ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത്. ഉടമ്പടി എന്ന് വെച്ചാൽ ഉടൻ പരിഹാരം, ഉറപ്പ്. നമുക്ക് എന്ത് തന്നെ സംശയങ്ങളുണ്ടായാലും പരിശുദ്ധ അമ്മ നമ്മൾ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ, ഈ മക്കൾ പറയുന്നുണ്ട്, ഒരു മിലിറ്ററി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ചെറിയ ആഗ്രഹം, പക്ഷേ എന്നെ ഒരു വലിയ അക്കൗണ്ടൻ്റായി പരിശുദ്ധ അമ്മ ഉയർത്തി. ഞങ്ങളുടെ പ്രൊഫഷനായിരുന്നു ഈ മെഡിക്കൽ ഹോസ്പിറ്റൽ, പക്ഷേ ഞങ്ങളുടെ പാഷനാണ് ഡാൻസ്. അതെല്ലാം പരിശുദ്ധ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ, വലിയ വലിയ ജോസഫ് അച്ഛൻ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും ചെറിയ ആഗ്രഹങ്ങൾ നിങ്ങളുടെ നിയോഗമായി പറയരുത്. നമുക്ക് വലുത് ആഗ്രഹിക്കാം, വലുത് നമുക്ക് പരിശുദ്ധ അമ്മ നൽകും. അതുപോലെ തന്നെ ഇവരുടെ അത്ഭുതകരമായ മറ്റൊരു കാര്യം മകൾ പറയുന്നത്, ലക്ഷ്മി പറയുന്നത്, ഞങ്ങൾ ഹിന്ദുസ് ആയതുകൊണ്ട് ഖത്തറിൽ ഞങ്ങൾക്ക് ഇനി വിസ ലഭിക്കുന്നതില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലർക്കും അതിൽ വിസ നഷ്ടപ്പെട്ടു. പക്ഷേ പരിശുദ്ധ അമ്മ എന്നെ വളരെ അത്ഭുതകരമായി എന്നെ വീണ്ടും അങ്ങോട്ട് തന്നെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വലിയ അത്ഭുതകരമായ വിസ പ്രോസസ്സിങ്ങിനെ കുറിച്ച് പറയുകയുണ്ടായി. പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടോ എന്ന് സംശയിക്കുമ്പോഴെല്ലാം മഴവില്ല് കാണിച്ചുകൊണ്ട് ആഴ്ചയിലൊരിക്കലെങ്കിലും പരിശുദ്ധ അമ്മ ഞാൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് നൽകി ഖത്തറിൽ ഒരു മഴ പോലും ഇല്ലാത്ത സ്ഥലത്ത് മഴവില്ല് കാണിച്ച് മകളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വലിയ സാഹസികമായ ഒരു സാക്ഷ്യമാണിത്. കാരണം ഒരു സാധ്യതകളില്ലാത്തടത്ത് സാധ്യത നൽകുന്നതാണ് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ ഉടമ്പടി ഉറപ്പ് എന്ന് പറയുന്നത്. ലക്ഷ്മിക്കുള്ളത് വലിയ വലിയ ആഗ്രഹങ്ങളാണ്. എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്, ഈശോയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് പഠിപ്പിക്കണമെന്നൊരു വലിയ ആഗ്രഹമുണ്ട്. ഈശോ നമുക്ക് വലുത് നൽകുമ്പോൾ നമ്മുടെ ആധ്യാത്മികത വളരുന്നതിനോടനുസരിച്ച് ഉടമ്പടിയുടെ വലിപ്പം കൂടുന്നത് നാം നമ്മുടെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും വലുതാക്കുമ്പോഴാണെന്ന് നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഐശ്വര്യയ്ക്കും പറയാനുണ്ടായിരുന്നത്, എനിക്ക് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോഴെല്ലാം വലിയ സൗഖ്യങ്ങൾ അമ്മയ്ക്ക് നൽകുകയുണ്ടായി. അതുപോലെ തന്നെ അവരുടെ PCOD എല്ലാം കൃത്യമായി ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ അവർക്ക് സൗഖ്യം നൽകിയെന്നൊക്കെയാണ്. സഞ്ചാരി ഗ്രൂപ്പ് എന്ന വലിയ ഗ്രൂപ്പ് കേരളത്തിലും ഖത്തറിലും ഇവർ 2 ഗ്രൂപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അമ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയ സമ്മാനമാണ് അവർ കൊടുത്തിരിക്കുന്നത്. സഞ്ചാരി മാതാവ് എന്ന ഗ്രൂപ്പും അതുപോലെ തന്നെ അഖണ്ഡ ജപമാല ഗ്രൂപ്പും. പരിശുദ്ധ അമ്മയെ എത്രത്തോളം ഈശോയോട് കൂടെ ഈശോയെ കൊടുക്കുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയെ കൊണ്ടു നടക്കുന്ന നല്ല ഈ കുടുംബത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി എപ്പോഴും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുവാനും വിശ്വസ്തരായി ജീവിക്കുവാനുള്ള കൃപ ലഭിക്കണമേ എന്നുള്ള ആ അഭിഷേകത്തോടുകൂടി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.